ഹായ് എവരിവൺ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. ഇന്ന് നമ്മൾ KTUവിൻ്റെ റെഗുലേഷൻ, അതായത് 2024 സ്കീമിൻ്റെ KTU റെഗുലേഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ S1 പഠിക്കുന്ന കുട്ടികൾക്കും ഇപ്പോൾ S3 പഠിക്കുന്ന 2024 സ്കീമിലുള്ള സ്റ്റുഡൻസിനും എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എന്തായാലും യൂണിവേഴ്സിറ്റിയിൽ എൻ്റർ ചെയ്തു, നിങ്ങൾ സാധാ പോലെ ക്ലാസ്സുകൾ കാണുന്നു, മീൻസ് അസൈൻമെന്റ് എഴുതുന്നു, എല്ലാ കാര്യങ്ങളും അതിൻ്റെ മുറക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് അവിടെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നും കൂടി നിങ്ങൾ അറിയുകയാണെങ്കിൽ, കാരണം ഇതിനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ എന്തിൽ പറയുന്നുണ്ട്, റെഗുലേഷൻസിൽ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെ എങ്ങനെ ഇയർ ബാക്ക് ആവുന്നത്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് റെഗുലേഷൻസ് എന്താണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഇയർത്തെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് അറിയണമല്ലോ, നിങ്ങൾ അറിയേണ്ടി വരും എന്തൊക്കെയാണ് ഒരു യൂണിവേഴ്സിറ്റി KTU എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് അറിയാനും വേണ്ടിയിട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ KTU റെഗുലേഷൻസ് 2024 സ്കീം. അപ്പോൾ ഇതിനെ ഒരു 25 പാർട്ടായിട്ടാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വേണമെങ്കിൽ ഈ റെഗുലേഷൻസ് മൊത്തത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഒരു 73 to 75 പേജസ് ഉള്ള ഒരു PDF ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഞാൻ അതിനെ എന്താക്കിയിട്ടുണ്ട്, അതിൽ ഒരു റെലവൻറ്റ് പോയിന്റ്സുകൾ മാത്രം ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വളരെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനൊന്ന് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളായിട്ട് നോക്കി പോവാം. ഓക്കെ, ഇപ്പോൾ ജനറൽ ആയിട്ട് പറയുന്ന എന്താണ്, സ്കോപ്പ്. ഈ റൂൾസ് ആർക്കാണ്, എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തിലുണ്ട്, റെഗുലേഷൻസിലുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ എന്താ സ്കോപ്പ് എന്ന് പറയുന്നത്, ദീസ് റൂൾസ് അപ്ലൈ ടു അഡ്മിഷൻ, രജിസ്ട്രേഷൻ, ടീച്ചിങ്, എക്സാം, ഇവാലുവേഷൻ ആൻഡ് awarding of BTech degree in all affiliated college except autonomous college. ഓട്ടോണോമസ് കോളേജ് അല്ലാത്ത എല്ലാ KTUവിൻ്റെ അണ്ടറിലുള്ള അഫിലിയേറ്റഡ് കോളേജിൻ്റെയും അഡ്മിഷന് റിലേറ്റ് ചെയ്തിട്ട് രജിസ്ട്രേഷന്, ടീച്ചിങ്, എക്സാം, ഇവാലുവേഷന്, പിന്നെ BTech ഡിഗ്രി കൊടുക്കുന്നത്, അതായത് മൊത്തം കംപ്ലീറ്റ് ഈ റെഗുലേഷൻസിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ റെഗുലേഷൻസ് ഇപ്പോൾ വേണമെങ്കിലും മോഡിഫൈ ചെയ്യാം. ഓക്കെ, അമെൻമെൻ്റ് ആയിട്ട് മോഡിഫിക്കേഷൻ വരും. അത് ആദ്യം തന്നെ യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്, ദ യൂണിവേഴ്സിറ്റി ക്യാൻ അപ്ഡേറ്റ് ഓർ ചേഞ്ച് ദ റെഗുലേഷൻ എനി ടൈം. ഏത് സമയത്ത് വേണമെങ്കിലും റെഗുലേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അന്ന് റെഗുലേഷനാണ് മാറ്റിയേക്കാം, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് അവർ സിൻഡിക്കേറ്റ് യോഗം കൂടി അത് കുറച്ച് പ്രൊസീജിയർ എടുത്തിട്ടേ മാറുള്ളൂ. ഓക്കെ, ഇത് ആർക്ക് ബാധകമല്ല, ഓട്ടോണോമസ് കോളേജിന് ബാധകമല്ല. ഓട്ടോണോമസ് കോളേജിന് എന്തുണ്ടാവും, അവരുടേതായിട്ടുള്ള ബോഡി ആയിരിക്കും എന്തുണ്ടാവുക, സിലബസും കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുത്തുന്നുണ്ടാവും. ഓക്കെ, പക്ഷേ ഈ റെഗുലേഷൻസിൽ അത്ര വലിയ ചേഞ്ചുകളൊന്നും വരാറില്ല, ചെറിയ രീതിയിലുള്ള ചേഞ്ചുകളൊക്കെ വരാറുള്ളൂ നോർമലി. ഓക്കെ, ബൈൻഡിങ് എഫക്റ്റ് പറഞ്ഞ് ദീസ് റൂൾസ് ആൻഡ് ഫ്യൂച്ചർ ചേഞ്ചസ് ആർ ബൈൻഡിങ് ഓൺ സ്റ്റുഡൻറ്, ഫാക്കൽറ്റി, സ്റ്റാഫ് ആൻഡ് കോളേജ് മാനേജ്മെന്റ് ഫ്രം 2024 to 2025 ബാച്ച് ഓൺവേർഡ്സ്. അതായത് കഴിഞ്ഞ വർഷം ആണ് 2024 സ്കീം വന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ മുന്നോട്ടുള്ള എല്ലാവർക്കും ഇതാണ് ബാധകം, ഈ റെഗുലേഷൻസ് ആണ് ബാധകം എന്നാണ് പറയുന്നത്. അതിൽ ആർക്കൊക്കെ ഉണ്ട്, സ്റ്റുഡൻറ്റിന് പറയുന്നുണ്ട്, ഫാക്കൽറ്റീന്, സ്റ്റാഫിന്, കോളേജ് മാനേജ്മെൻറ്റ്, എല്ലാവരും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി ഫ്യൂച്ചർ പ്രോഗ്രാംസ്. ദീസ് റൂൾസ് ആൾസോ അപ്ലൈ ടു എനി ന്യൂ BTech പ്രോഗ്രാം സ്റ്റാർട്ടഡ് ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ന്യൂ BTech പ്രോഗ്രാമിനും, ഏതെങ്കിലും BTech പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും പുതിയ ബ്രാഞ്ച് തുടങ്ങുകയാണെങ്കിൽ അവർക്കും ഇത് ബാധകമാണെന്നാണ് പറയുന്നത്. ഇനി യൂണിവേഴ്സിറ്റീസ് ഡിസിഷൻസ് ഫൈനൽ. ഫോർ എനി മാറ്റർ ഇൻ ദീസ് റൂൾസ് ദ യൂണിവേഴ്സിറ്റീസ് ഡിസിഷൻ ആസ് അപ്രൂവ്ഡ് ബൈ ദ അക്കാദമിക് കൗൺസിൽ, സിൻഡിക്കേറ്റ് ആൻഡ് ബോർഡ് ഓഫ് ഗവേണേഴ്സ് ഈസ് ഫൈനൽ. ഓക്കെ, അതായത് യൂണിവേഴ്സിറ്റിൻ്റെ ഡിസിഷനാണ് ലാസ്റ്റ് ഫൈനൽ എന്ന് പറഞ്ഞത്. അത് ആരൊക്കെ കൂടിയിട്ടായിരിക്കും ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക, അക്കാദമിക് കൗൺസിലും സിൻഡിക്കേറ്റും ആൻഡ് ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഒക്കെ കൂടിയിട്ടാണ് ഡിസിഷൻ എടുക്കുക. അതായിരിക്കും ഫൈനൽ ഡിസിഷൻ എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് അഡ്മിഷനെ പറ്റിയാണ് പറയുന്നത്. അവർ ഓരോ ചാപ്റ്ററുകളായിട്ടാണ് ഉള്ളത്. അങ്ങനെ 25 ചാപ്റ്റേഴ്സുകളായിട്ടാണ്
ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററായിട്ട് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ മെയിൻലി ഇത് ആർക്കൊക്കെയാണ് അപ്ലിക്കബിൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അഡ്മിഷൻ അതോറിറ്റി ആരാണ്? അഡ്മിഷൻ റൂൾസ്, എലിജിബിലിറ്റി ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ ഡിസൈഡ് ബൈ ദ ഗവൺമെൻറ്, യൂണിവേഴ്സിറ്റി ആൻഡ് റെലവൻറ്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഒക്കെയാണ് അഡ്മിഷൻ്റെ അതോറിറ്റി ആയിട്ട് വരുന്നത്. ഇനി അഡ്മിഷൻ റിവോക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ലേറ്റർ ദാറ്റ് എ സ്റ്റുഡൻറ് ഡസ് നോട്ട് മീറ്റ് ദ റിക്വയർഡ് കണ്ടീഷൻസ് മീറ്റ് ചെയ്യാത്ത ഒരു സ്റ്റുഡൻസിനെ പിന്നീട് കണ്ടുപിടിച്ച് കഴിഞ്ഞാലും ദ വൈസ് ചാൻസലർ ക്യാൻ ക്യാൻസൽ ദ അഡ്മിഷൻ ആൻഡ് റിപ്പോർട്ട് ഇറ്റ് ടു ദ ബോർഡ് ഓഫ് ഗവർണേഴ്സ്. അതായത് നിങ്ങളിപ്പോൾ എലിജിബിലിറ്റി ഇല്ലാതെ എങ്ങാനും അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പോലും പിന്നീട് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വൈസ് ചാൻസലർക്ക്, അതായത് വി സിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ അഡ്മിഷന് റിവോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നോ ബ്രാഞ്ച് ചേഞ്ച്. വൺസ് ദ അഡ്മിഷൻ പ്രോസസ് ക്ലോസസ്, അഡ്മിഷൻ പ്രോസസ്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് കനോട്ട് ചേഞ്ച് ദർ ബ്രാഞ്ച് ഓർ ഡിസിപ്ലിൻ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്രാഞ്ച് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഒരു ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞു, എന്തായി? അഡ്മിഷനൊക്കെ ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? നിങ്ങൾക്ക് ഡിസിപ്ലിൻ മാറ്റാൻ പറ്റത്തില്ല. അതായത് ഇപ്പം നിങ്ങൾ അഡ്മിഷൻ കഴിഞ്ഞു, ഓൾറെഡി അഡ്മിഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് ബ്രാഞ്ചൊക്കെ കിട്ടി, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാറാൻ പറ്റില്ല. സ്റ്റേ അറ്റ് അഡ്മിറ്റഡ് കോളേജ്. സ്റ്റുഡൻറ്റ് മസ്റ്റ് കംപ്ലീറ്റ് ദ പ്രോഗ്രാം അറ്റ് ദ കോളേജ് ദേ വെയർ അഡ്മിറ്റഡ് ടു അൺലെസ് ദേ ഗെറ്റ് ആൻ അപ്രൂവ്ഡ് ഇന്റർ കോളേജ് ട്രാൻസ്ഫർ. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു കോളേജ് കിട്ടിയിട്ടുണ്ടാവും, ആ കോളേജിൽ തന്നെ നിങ്ങളെ ഈ ബിടെക് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് സി ടിയിലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ 4 കൊല്ലം സി ടി തന്നെ, അൺലെസ് ഏതുവരെ നിങ്ങൾക്ക് ഇന്റർ കോളേജ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർ കോളേജ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ കാണാപ്പാഠം പഠിക്കാനല്ല, ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങാനും ഇങ്ങനത്തെ ഒരു ആവശ്യം വരുന്ന സമയത്ത്, നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു ആവശ്യം വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനം നമ്മളെ റെഗുലേഷനിൽ പറഞ്ഞിട്ടുണ്ട്, അത് പോയി റെഫർ ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? സ്റ്റുഡൻറ് മസ്റ്റ് കംപ്ലീറ്റ് ദ പ്രോഗ്രാം അറ്റ് ദ കോളേജ് ദേ വെയർ അഡ്മിറ്റ് ടു അൺലെസ് ദേ ഗെറ്റ് ആൻ അപ്രൂവ്ഡ് ഇന്റർ കോളേജ് ട്രാൻസ്ഫർ. ഓക്കെ, ഇന്റർ കോളേജ് ട്രാൻസ്ഫർ അപ്രൂവ് ചെയ്യുന്നത് വരെ എന്താണ്? നമ്മൾ ആ അഡ്മിറ്റഡ് കോളേജിൽ തന്നെ നമ്മൾ ബിടെക് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അടുത്തെന്ത് നോക്കാം? സ്ട്രക്ചർ ഓഫ് ബിടെക് പ്രോഗ്രാം നോക്കാം. അപ്പോൾ ബിടെക്കിന്റെ സ്ട്രക്ചർ എന്താണെന്ന് പറയുന്നത്, അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് ബിടെക് എത്രയാണ്? 4 വർഷമാണ് ബിടെക്. ഓക്കെ, 4 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 8 സെമസ്റ്ററാണ്. ഓക്കെ, 8 സെമസ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക. അതായത് ഒരു വർഷം 2 സെമസ്റ്റർ വീതം ഉണ്ടാവും. അങ്ങനെ 8 സെമസ്റ്റർ ആയിട്ടാണ് ബിടെക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ബിടെക്കിൻ എന്താണ്? ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അതാണ് ബിടെക് മേജർ ഉള്ളി. ഓക്കെ, ബിടെക് മേജർ ഉള്ളി എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നമ്മൾ നോർമലി പഠിക്കുക, കോളേജ് ചേർന്നു പഠിക്കാനുള്ളതൊക്കെ നോർമലി പഠിച്ചു പോകുന്നതാണെങ്കിൽ ബിടെക്കിൻ മേജർ, നമ്മളെ മേജറായിട്ട് നമ്മൾ ഏത് ഡിസിപ്ലിനാണോ, അത് ഏത് ബ്രാഞ്ചാണോ സെലക്ട് ചെയ്തത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് എത്ര ക്രെഡിറ്റ് കിട്ടും? 170 ക്രെഡിറ്റ്സ് കിട്ടും. അതായത് 167 അക്കാദമിക്സ് ക്രെഡിറ്റും 3 സ്റ്റുഡൻറ് ആക്ടിവിറ്റി ക്രെഡിറ്റ് കിട്ടും. ഈ സ്റ്റുഡൻറ് ആക്ടിവിറ്റി എങ്ങനെ കിട്ടുന്നതെന്നൊക്കെ നമുക്ക് പറയാം. അത് നമ്മളെ കോ കരിക്കുലം ആക്ടിവിറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് അതിനൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുക? അതിനുള്ള പോയിന്റ് കിട്ടുക. ഓക്കെ, ആക്ടിവിറ്റി പോയിന്റ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? 3 ഇത് കിട്ടും. ഇത് മാൻഡേറ്ററി ആണ്, നമുക്ക് എന്തായാലും അത് നേടിയേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ 170 ക്രെഡിറ്റ് വരിക. ഇനി ഇതേപോലെ ബിടെക് വിത്ത് മൈനേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ നമ്മുടെ സബ്ജക്റ്റ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ വേറെ ബ്രാഞ്ചിൻ്റെ കുറച്ച് സബ്ജക്റ്റുകൾ കൂടി പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബിടെക് വിത്ത് മൈനേഴ്സ് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബിടെക്കിന് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് മൈനേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയൊക്കെ എടുക്കുന്നവരുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് പറയാം, അതിൻ്റെ എലിജിബിലിറ്റി പറയാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ എടുക്കുന്ന ഒരാൾക്ക് വേണ്ട ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 185 ക്രെഡിറ്റ് ആയിരിക്കും. 170 മേജറിന് കിട്ടും. അതായത് ഈ ക്രെഡിറ്റ് അവൻ എന്തായാലും വാങ്ങിയിരിക്കണം, കാരണം അവൻ്റെ സബ്ജക്റ്റ് അവൻ പഠിക്കണമല്ല. കൂടാതെ അഡീഷണൽ ആയിട്ട് മൈനറിൽ നിന്ന് നമ്മൾ എത്ര ക്രെഡിറ്റും കൂടി വാങ്ങും? 15 ക്രെഡിറ്റും കൂടി വാങ്ങും മൈനർ. ഓക്കെ, 15 ക്രെഡിറ്റിനുള്ള സബ്ജക്റ്റുകൾ കൂടി നമ്മൾ വേറെ ബ്രാഞ്ചിൻ്റെ സാധനങ്ങൾ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? വാങ്ങിക്കും. ഓക്കെ, ഇനി ബിടെക് വിത്ത് ഓണേഴ്സ്. ബിടെക് വിത്ത് ഓണേഴ്സ്
ബിടെക് വിത്ത് ഓണേഴ്സ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യും, ഇതേപോലെ കൂടെ പഠിച്ചിട്ട് അതിനും കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്, എല്ലാവർക്കും കിട്ടത്തില്ല. അതിനുള്ള ക്രൈറ്റീരിയാസും സാധനങ്ങളൊക്കെ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് ഞാൻ പറയുന്നത്. ബിടെക് വിത്ത് ഓണേഴ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്ര വേണം ക്രെഡിറ്റ്? 185 ക്രെഡിറ്റ് തന്നെയാണ്. ഈ 170 ക്രെഡിറ്റ്സ് നോർമൽ മേജറിൻ്റെ 170 ക്രെഡിറ്റും ഓണർ കിട്ടാനുള്ള 15 ക്രെഡിറ്റും 15 ഓണേഴ്സ് ക്രെഡിറ്റും ആ സബ്ജക്റ്റുകൾ പാസ്സാകുമ്പോൾ നമുക്ക് 15 ക്രെഡിറ്റും കൂടി കിട്ടും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബിടെക് വിത്ത് ഓണേഴ്സ് കിട്ടുക. എന്നാൽ ഇതിലും വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട് ബിടെക്കിൽ, ബിടെക് വിത്ത് ഓണേഴ്സ് ആൻഡ് മൈനേഴ്സ്. അതായത് നമ്മുടേതും മേജർ, അതായത് നമ്മൾ ചേർന്ന് അതിലും പഠിക്കുന്നു, കൂടാതെ അതിൻ്റെ അഡ്വാൻസും പഠിക്കുന്നു, കൂടാതെ വേറെ ബ്രാഞ്ചിൻ്റെ സാധനങ്ങളും കൂടി പഠിക്കുന്ന ബിടെക്, അതായത് ബിടെക് വിത്ത് ഓണേഴ്സ് ആൻഡ് മൈനേഴ്സ്. ഓക്കെ, അതിന് നമുക്ക് എത്ര ക്രെഡിറ്റ് വേണം? നമുക്ക് 200 ക്രെഡിറ്റ് വേണം. 170 ക്രെഡിറ്റ് ഇതിൽ നിന്ന് 15 ക്രെഡിറ്റ് എവിടുന്ന്? മൈനറിന്ന്. അതിൻ്റെ 15 ക്രെഡിറ്റ് എവിടുന്ന്? ഓണറിന്ന്. ഇപ്പോൾ ഇവിടെ ഒരു 15 ക്രെഡിറ്റ് ഫ്രം മൈനേഴ്സ്. അതായത് 200 ക്രെഡിറ്റ്സ് ഉണ്ടാവും. 200 ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബിടെക് വിത്ത് ഓണേഴ്സ് ആൻഡ് മൈനേഴ്സ് കിട്ടും. അത് ബിടെക് വിത്ത് ഓണേഴ്സിൻ്റെ സബ്ജക്റ്റും പഠിക്കണം, മൈനേഴ്സിൻ്റെ സബ്ജക്റ്റും പഠിക്കണം, നമ്മുടെ ചേർന്നിട്ടുള്ള ബിടെക്കിൻ്റെ സബ്ജക്റ്റും പഠിക്കണം. ഇതാണ് നമ്മുടെ ബിടെക്കിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഒരു 4 തരത്തിലുള്ള എന്തുണ്ട്? ബിടെക് ഉണ്ട്. എല്ലാവരും എന്ത് പഠിക്കണം? മേജർ പഠിക്കണം. പിന്നെ നമുക്ക് മൈനർ എടുക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. മൈനർ എടുക്കണം എന്നുണ്ടെങ്കിൽ മൈനറും കൂടി കൂടെ എടുക്കാം, ഓണർ ആണെങ്കിൽ ഓണർ എടുക്കാം, ഇനി മൈനറും ഓണറും കൂടി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെ കിട്ടുന്നതെന്നും കൂടിയൊക്കെ പറയാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ കയറിയവർ അത് ആലോചിക്കുക, എന്ത് എനിക്കിത് കിട്ടണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ പോകാം. ഇനി ക്രെഡിറ്റ് റിലാക്സേഷൻ പോളിസി, ഇത് പണ്ടെന്നുള്ള സ്കീമിനൊന്നും ഇല്ലാത്തതായിരുന്നു, ഇത് നിങ്ങൾക്കുണ്ട്. ഓക്കെ, മിനിമം ക്രെഡിറ്റ് ഫോർ ബിടെക് ഡിഗ്രീസ് 160 ക്രെഡിറ്റ്. നമ്മളിവിടെ പറഞ്ഞു എന്താണ്, 170 ക്രെഡിറ്റ് ആണ് ബിടെക് മേജറിനുള്ളതെന്ന്. പക്ഷേ ഇതിൽ റിലാക്സേഷൻ ഉണ്ട്. മിനിമം ക്രെഡിറ്റ് ഫോർ ബിടെക് ഡിഗ്രി 160 ക്രെഡിറ്റ്, അതായത് 157 അക്കാദമിക്സ് പ്ലസ് 3 ആക്ടിവിറ്റി ആഫ്റ്റർ 8 സെമസ്റ്റർ. അതായത് നമുക്ക് ബിടെക് കിട്ടാൻ ഇപ്പോൾ 170 ക്രെഡിറ്റ് ആണ് നമ്മൾ ബിടെക് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരാൾക്ക് ഉണ്ടാവാന്ന് പറഞ്ഞു. പക്ഷെ 160 ക്രെഡിറ്റ് ആയ ഒരാൾക്കും ബിടെക് കിട്ടും, ബിടെക്കിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. അതായത് 10 ക്രെഡിറ്റിൻ്റെ റിലാക്സേഷൻ ആര് തരുന്നുണ്ട്? യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. 10 ക്രെഡിറ്റിൻ്റെ റിലാക്സേഷൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക്, ചില കുട്ടികൾക്ക് എന്തുണ്ടാവും, എത്ര എഴുതിയാലും പാസ്സാവാത്ത സബ്ജക്റ്റൊക്കെ ഉണ്ടാവും. അവന് തല കുത്തി ഇരുന്നാലും പാസ്സാവാത്ത ഒരു സബ്ജക്റ്റൊക്കെ ഉണ്ടാവും. അവന് ഒരിക്കലും ബിടെക് കിട്ടില്ല പണ്ടത്തെ സ്കീം അനുസരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട്, 10 ക്രെഡിറ്റ് വരെ റിലാക്സേഷൻ ഉണ്ട്. പക്ഷേ അത് എല്ലാവരും അത് ഉപയോഗിക്കണം എന്നല്ല പറയുന്നത്, അത്രയ്ക്ക് പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു റിലാക്സേഷൻ പോളിസിയാണ്. അപ് ടു 10 ക്രെഡിറ്റ് ക്യാൻ ബി ഷോർട്ട് ഓഫ് ദ ഫുൾ 170 ക്രെഡിറ്റ് എക്സ്ക്ലൂഡിങ്. അതിലെന്ത് പെടില്ല? ആ 10 ക്രെഡിറ്റിൽ അപ് ടു 10 ക്രെഡിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 170 ക്രെഡിറ്റിൽ നിന്ന് ഷോർട്ട് ചെയ്ത് തരും. എക്സ്ക്ലൂഡിങ് സെമിനാർ, മിനി പ്രൊജക്റ്റ്, മെയിൻ പ്രൊജക്റ്റ്, ഇൻറ്റേൺഷിപ്പ് ഒന്നും അതിൽ പെടില്ല കേട്ടോ. അതായത് ഈ 10 ക്രെഡിറ്റ് നമുക്ക് റിലാക്സേഷൻ കിട്ടുന്നത് ഏതെങ്കിലും സബ്ജക്റ്റുകൾ പൈസ കിട്ടുള്ളൂ. സെമിനാർ കട്ട് ചെയ്തിട്ടോ, പ്രൊജക്റ്റ് കട്ട് ചെയ്തിട്ടോ, മിനി പ്രൊജക്റ്റ് കട്ട് ചെയ്തിട്ടൊന്നും നമുക്ക് എന്താക്കാൻ പറ്റില്ല, റിലാക്സേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. മൈനർ ക്രെഡിറ്റ് കനോട്ട് ബി കൗണ്ടഡ് ഫോർ ദ 160 ക്രെഡിറ്റ് മിനിമം. അത് ഈ മൈനർ, ഇപ്പോൾ നമുക്ക് ബിടെക് പഠിക്കുന്നു, കൂടെ മൈനർ പഠിക്കുന്നു, ബിടെക്കിന് 170 ക്രെഡിറ്റ് ആണ് പാസ്സാവാനെങ്കിലും 160 ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മൈനറും കൂടെ പഠിക്കുന്നുണ്ട്, മൈനറിന് നമുക്കൊരു 15 കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ ആ 15 ക്രെഡിറ്റ് എങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല? ബിടെക്കിൻ്റെ ഇതിലോട്ട് കൊണ്ടുപോയിട്ട് അതിൻ്റെ 160 ആയി എന്ന് പറയാൻ പറ്റില്ല. ഇത് സെപ്പറേറ്റ് തന്നെ എന്ത് എടുക്കണം? 160 എടുക്കണം. അതാ പറഞ്ഞത്, മൈനർ ക്രെഡിറ്റ് കനോട്ട് ബി കൗണ്ട് ഫോർ ദ 160 ക്രെഡിറ്റ് മിനിമം. മിനിമം ക്രെഡിറ്റ് ആണ് 160, അതിലോട്ട് മൈനറിന് ഉപയോഗിക്കാൻ പറ്റില്ല. എനി ഷോർട്ട് ഫോൾ ഗെറ്റ് എ 0 ഗ്രേഡ് പോയിന്റ് അഫക്ട് CGPA, SGPA ആൻഡ് CGPA ബട്ട് സ്റ്റിൽ എലിജിബിൾ ടു ഗ്രാജുവേറ്റ് ഇഫ് 160 ക്രെഡിറ്റ് ആർ മിറ്റ്. അതായത്
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 160 ക്രെഡിറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബിടെക് ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പൊ ഈ 10 ക്രെഡിറ്റ് അവിടെ കുറവാണല്ലോ. അത് 10 ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 10 ക്രെഡിറ്റിനനുസരിച്ചുള്ള 2-3-4 സബ്ജക്റ്റ് നമ്മൾക്ക് എന്തായിട്ടുണ്ടാവും? പോയിട്ടുണ്ടാവും, പാസ്സായിട്ടില്ല എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ CGPM, അതായത് നമ്മളെ മാർക്ക് കൂട്ടി അവസാനം നമുക്ക് എന്ത് കിട്ടും? ആ സെമസ്റ്ററിൽ ഗ്രേഡ് പോയിന്റ് ആവറേജ് ആയിട്ടുള്ള SGPAയും മൊത്തം ബിടെക് കഴിയുമ്പോൾ എത്ര CGPA ഉണ്ട് എന്നാണ് ചോദിക്കുക. അതായത് എത്ര 10ൽ എത്ര ഗ്രേഡ് പോയിന്റ് ഉണ്ട് എന്നാണ് ചോദിക്കുക. അതും കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ തോറ്റ സബ്ജക്റ്റിന് 0 മാർക്കായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. അപ്പൊ 0 മാർക്ക് വെച്ചിട്ടാണ് അവിടുത്തെ എന്ത് കൂട്ടുക? ഗ്രേഡ് പോയിന്റ് ആവറേജ് കൂട്ടുക. അപ്പൊ നമ്മളെ CGPAയും SGPA എന്താവും? അതിനനുസരിച്ച് കുറയും. അതായത് നമ്മളെ ഓവറോൾ ബിടെക് കഴിയുമ്പോൾ മാർക്ക് അതിനനുസരിച്ച് കുറയും എന്നർത്ഥം. പക്ഷെ സ്റ്റിൽ ഒരാൾക്ക് ഒട്ടും പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് ജോലി കിട്ടി, കോളേജ് കഴിഞ്ഞ ഉടനെ ജോലി കിട്ടി, അല്ലെങ്കിൽ ബിടെക് നിർബന്ധമാണ് ആ ജോലിക്ക് കയറണമെങ്കിൽ, അങ്ങനെയൊക്കെ ഉള്ള ഒരാൾക്ക് അത് യൂസ് ചെയ്യാം എന്നർത്ഥം. അല്ലെങ്കിൽ അടുത്ത എക്സാം വരാനും വേണ്ടിയിട്ട് 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. അവനക്ക് ബിടെക് ഡിഗ്രി കിട്ടും എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. പക്ഷെ എന്തുണ്ടാവും? CGPAയിലും SGPAയിലും കാൽക്കുലേഷൻ്റെ സമയത്ത് എന്ത് വരും? ആ സബ്ജക്റ്റുകൾ എന്തായിരിക്കും? 0 ഗ്രേഡ് പോയിന്റ് ആയിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. Honors and level 5 credit may be counted towards 160 or 170 if needed, but such student cannot claim honors. അതായത് ഇപ്പോൾ ഒരാൾക്ക് മൈനേഴ്സിന്റെ ക്രെഡിറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരാൾക്ക് ഓണേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓണേഴ്സിന്റെ ക്രെഡിറ്റ് ഉണ്ടല്ലോ, അതായത് ഇവർക്ക് 160 ക്രെഡിറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ 160 ക്രെഡിറ്റ് ആക്കാനും വേണ്ടിയിട്ട് ഒരു 3-4 എന്ത് വേണം? ക്രെഡിറ്റും കൂടി ഉണ്ടെങ്കിൽ 160 ആകുമ്പോൾ എനിക്ക് ബിടെക് സർട്ടിഫിക്കറ്റ് കിട്ടും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ആ സമയത്ത് അവന് ഓണേഴ്സിന്റെ ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ ആ ക്രെഡിറ്റ്സ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവനക്ക് എന്ത് ചെയ്യാം? ബിടെക് 160 ക്രെഡിറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആക്കുന്ന സമയത്ത് അവനക്ക് ഓണേഴ്സ് കിട്ടില്ല, പക്ഷെ ബിടെക് കിട്ടും. ഓക്കെ, ഓണേഴ്സിന്റെ ക്രെഡിറ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നർത്ഥം. ഓണേഴ്സ് ആൻഡ് ലെവൽ 5 ക്രെഡിറ്റ്, ലെവൽ 5 സബ്ജക്റ്റുകൾ ഉണ്ട്, നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. ലെവൽ 5 സബ്ജക്റ്റുകൾ ഉണ്ട്. ആ ലെവൽ 5 സബ്ജക്റ്റിന്റെ ക്രെഡിറ്റും എന്താക്കാൻ പറ്റും? ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ടുവേർഡ്സ് 160 or 170 if needed, but such students cannot claim honors. ഓണേഴ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി അക്കാദമിക് ഇയർ. ഒരു ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡ് സമ്മ്, ഒരു ഈവൻ സമ്മ്, ഒരു സമ്മർ സെമസ്റ്റർ. ഓക്കെ, ഇങ്ങനെയാണ് ഒരു എന്തുണ്ടാവുക? ഒരു ഇയർ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും ഒരു ഓഡ് സമ്മും, ഒരു ഈവൻ സമ്മും, ഒരു സമ്മർ സെമസ്റ്ററും ഉണ്ടാവും. ഓക്കെ, മിനിമം വർക്കിംഗ് ഡേയ്സ് പെർ സെമസ്റ്റർ. ഒരു സെമസ്റ്ററിന്റെ മിനിമം വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ദിവസമാണ്. അതായത് ഒരു സെം നമ്മൾ 6 മാസം എന്നൊക്കെ പറയും, അല്ല, ഒരു സെമസ്റ്ററിന്റെ മിനിമം എന്ന് പറഞ്ഞത് 90 ദിവസം. ഒരു 90 ദിവസം വർക്കിംഗ് ഉണ്ടെങ്കിൽ ആ സെമസ്റ്റർ ഓക്കെ ആണെന്നാണ് അർത്ഥം. ഓക്കെ, ഇത് 3 മാസമേ ഉള്ളൂ. അതിന് 65 ഇൻസ്ട്രക്ഷണൽ ഡേയ്സ് മിനിമം ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 90 ദിവസം വർക്കിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞ കണ്ടിന്യൂസ് വർക്കിംഗ് ആണെങ്കിലും 65 ദിവസം എന്തുണ്ടായാൽ മതി? ക്ലാസ് നടന്നാൽ മതി. ഇൻസ്ട്രക്ഷണൽ ഡേയ്സ് മിനിമം 65, അതായത് 2 മാസം ക്ലാസ് ഉണ്ടായാൽ മതി എന്നർത്ഥം. ഓക്കെ, അത്രയേ ഉള്ളൂ ഒരു സെമസ്റ്റർ. അതിന്റെ മിനിമം ആണ് പറയുന്നത്, മാക്സിമം മേലോട്ട് എത്രയും പോവാം. ഇത്രയും നടന്നു കഴിഞ്ഞാൽ സെമസ്റ്റർ കംപ്ലീറ്റ് ആയി എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. മിസ്ഡ് ഡേയ്സ്, അതായത് ഹോളിഡേയ്സ് മസ്റ്റ് ബി കോമ്പൻസേറ്റഡ് ഇൻക്ലൂഡിങ് യൂസിങ് സാറ്റർഡേയ്സ്. അതായത് ഏതെങ്കിലും ഹോളിഡേയ്സോ അല്ലെങ്കിൽ മിസ്ഡ് ഡേയ്സ്, വല്ല ഹർത്താൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുള്ള മിസ്സായി പോകുന്ന ഡേയ്സ് നമ്മൾ എന്തായിട്ട് എവിടെ കോമ്പൻസേറ്റ് ചെയ്യും? സാറ്റർഡേ ക്ലാസ് നടത്തിയിട്ട് എന്ത് ചെയ്യും? കോമ്പൻസേറ്റ് ചെയ്യും. ഇപ്പോൾ സാറ്റർഡേ സൺഡേ ലീവ് ആയിരിക്കുമല്ലോ, അപ്പോൾ ആ ദിവസങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യും? കോമ്പൻസേറ്റ് ചെയ്യും. മേജർ അക്കാദമിക് ആക്ടിവിറ്റീസ് ആർ പബ്ലിഷ്ഡ് ഇൻ ആൻ അക്കാദമിക് കലണ്ടർ. എല്ലാ മേജർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അക്കാദമിക് കലണ്ടറിൽ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും? അക്കാദമിക്സ് എന്ന് പറഞ്ഞ ടാബിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്കാദമിക് കലണ്ടറൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ നോട്ടിഫിക്കേഷനിൽ വരും. അപ്പോൾ എന്തറിയാൻ പറ്റും? അക്കാദമിക് കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ മേജർ ആയിട്ടുള്ള കാര്യം എന്താണ്? എക്സാം രജിസ്റ്റർ ചെയ്യേണ്ടത്, എപ്പോഴാണ് ഫസ്റ്റ് സീരീസ് നടക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിൽ അറിയാൻ പറ്റും. എപ്പോഴാണ് വെക്കേഷൻസ്, മീൻസ് ഓണം വെക്കേഷൻ വരുവാണ്, എന്ന് മുതൽ എന്ന് വരെയാണ്, അതൊക്കെ അതിലുണ്ടാവും. ഓക്കെ, അപ്പം ബാക്കി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിലറിയാൻ പറ്റും കേട്ടോ. ഇനി ക്രെഡിറ്റ്സ് ആൻഡ് കോഴ്സ് സ്ട്രക്ചർ. ഈ കോഴ്സിൻ്റെ സ്ട്രക്ചറും ക്രെഡിറ്റ്സ് എങ്ങനെയാണെന്ന് പറയാം.
ഇപ്പോൾ ഓരോ സബ്ജക്റ്റിനുമായിരിക്കും നിങ്ങൾക്ക് ക്രെഡിറ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നോക്കടാ, ഒരു വീക്കിൽ ഒരു ലെക്ചർ ക്ലാസ് ഉണ്ടെങ്കിൽ അത് ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് കൂട്ടുക. മീൻസ് ഇപ്പോൾ ഒരു സബ്ജക്റ്റിന് 3 ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ലാസ്റ്റ് പറയാം. ഒരു വീക്കിൽ ഒരു ലെക്ചർ ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് കിട്ടും. ഒരു ട്യൂട്ടോറിയൽ ക്ലാസ് ഒരു വീക്കിലുണ്ടാണ് ഒരു ക്രെഡിറ്റ്, അതിന് കിട്ടും. 2 പ്രാക്ടിക്കൽ ഓർ പ്രൊജക്റ്റ് അവേഴ്സ് പെർ വീക്ക് ആണെങ്കിൽ ഒരു ക്രെഡിറ്റ് കിട്ടും. ആൻഡ് 3 to 4 പ്രാക്ടിക്കൽ ഓർ സെമിനാർ അവേഴ്സ് ഉണ്ടെങ്കിൽ 2 ക്രെഡിറ്റ് കിട്ടും. അതായത് ഇപ്പോൾ ഒരു 3 ക്രെഡിറ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ അതിന് ഇപ്പോൾ പ്രാക്ടിക്കലൊന്നും ഇല്ലാത്ത 3 ക്രെഡിറ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ അതിന് എന്തുണ്ടാവും, ഒരു 2 ലെക്ചർ അവറും ഒരു ട്യൂട്ടോറിയൽ അവറും ഉണ്ടാവും. അപ്പോൾ എന്താവും, 3 അവർ 3 ക്രെഡിറ്റ് ആയല്ലോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ പോവുക. അതൊക്കെ എന്തിലുണ്ടാവും, നമ്മുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസ് ഉണ്ടാവും, സെപ്പറേറ്റ് സിലബസ് ഉണ്ടാവും. സിലബസിൽ ആ സബ്ജക്റ്റ് എങ്ങനത്തെ ടൈപ്പ് സബ്ജക്റ്റ് ആണ്, പ്രൊജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ആണോ, അതായത് ലാബ് ഉള്ളതാണോ, പ്രാക്ടിക്കൽ ഉള്ളതാണോ, അല്ലാതെ വെറും തിയറി മാത്രമാണോ, അതിന് എത്ര അവർ ലെക്ചർ ക്ലാസ് ഉണ്ടാവും, എത്ര അവർ സെൽഫ് സ്റ്റഡി ഉണ്ടാവും, എല്ലാം അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇനി അടുത്തത് സെൽഫ് സ്റ്റഡി അവേഴ്സ്. അതായത് സെൽഫ് സ്റ്റഡി അവേഴ്സ് എങ്ങനെ കൂട്ടലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലെക്ചറിൻ്റെ എണ്ണം നോക്കിയിട്ടാണ്. ഇപ്പോൾ ഒരു ക്രെഡിറ്റ് ലെക്ചറിനുള്ളെങ്കിൽ 1.5 ഇൻറ്റു ലെക്ചർ അവേഴ്സ് പ്ലസ് 0.5 ഇൻറ്റു ട്യൂട്ടോറിയൽ അവേഴ്സ് പ്ലസ് 0.5 ഇൻറ്റു പ്രാക്ടിക്കൽ അവേഴ്സ് പ്ലസ് പിന്നെന്താണ്, ഇതാണ് പ്രാക്ടിക്കൽ ഓർ സെമിനാർ അവേഴ്സ്, പിന്നെ 6. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് കൂട്ടുക. അതൊക്കെ കോളേജിൽ ഇത് നിങ്ങളത്ര ആലോചിക്കേണ്ട കാര്യമില്ല, കോളേജിൽ നിന്ന് അതിനനുസരിച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ ചില സബ്ജക്റ്റിന് എന്തുണ്ടാവില്ല, പ്രാക്ടിക്കൽ അവേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഇക്വേഷൻ ഇവിടെ ഉണ്ടാവില്ല, അപ്പോൾ ബാക്കിയുള്ള ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇതും ഉണ്ടാവില്ല, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1.5 ഇൻറ്റു 1 പ്ലസ് 0.5 എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ 2 hours എന്തുണ്ടാവും, സെൽഫ് സ്റ്റഡി അവേഴ്സ് ആയിരിക്കും ഒരു വീക്കിൽ. അതായത് സ്വന്തമായിട്ടിരുന്ന് പഠിക്കുക, അതന്നെ ലൈബ്രറി പോയിരുന്ന് പഠിക്കുക, ഗ്രൂപ്പായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തുക, അത്രേ ഉള്ളൂ. അതായത് യൂണിവേഴ്സിറ്റി ഓരോ കാര്യത്തിനും സ്പെസിഫൈ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ടോട്ടൽ 170 ക്രെഡിറ്റ്സ് ആണ്. അതിൽ അക്കാദമിക്സ് എത്രയാണ്, 167 ക്രെഡിറ്റ്സ് ആണ്. മാൻഡറ്ററി ആയിട്ടുള്ള സ്റ്റുഡൻറ് ആക്ടിവിറ്റി 3 ക്രെഡിറ്റ്. അത് നമ്മൾ എന്തായാലും 3 ക്രെഡിറ്റ് ആക്ടിവിറ്റി പോയിന്റ്സ് നേടിയിരിക്കണം എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം കോഴ്സ് കാറ്റഗറി എന്തൊക്കെ തരം സബ്ജക്റ്റുകളാണ് നമുക്ക് ഈ 4 കൊല്ലം പഠിക്കാനുള്ളത് നോക്കാം. അതായത് മേജറിൽ നമ്മൾ എടുത്തപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് എടുത്തെങ്കിൽ എന്തെല്ലാം തരം, ഏത് ബ്രാഞ്ച് ആയിക്കോട്ടെ, എന്തെല്ലാം തരം സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, അതിന് നമുക്ക് എത്ര വരെ ക്രെഡിറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടാവും, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് പഠിക്കാനുണ്ടാവും. ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് പഠിക്കാനുണ്ടാവും. അതായത് HMC എന്ന് പറഞ്ഞ കോഡാണ്, അതിന് നമുക്ക് എത്ര ഉണ്ടാവും, 9 ക്രെഡിറ്റിന് നമ്മൾ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് പഠിക്കാനുണ്ടാവും. അതേപോലെ ബേസിക് സയൻസ് പഠിക്കാനുണ്ടാവും. ഈ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിൽ ഇപ്പോൾ എന്തൊക്കെ ഉണ്ടാവുക, നമുക്ക് ബിസിനസ് എക്കണോമിക്സ് പഠിക്കാനുണ്ടാവും, പിന്നെ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് ടൈപ്പ് പഠിക്കാനുണ്ടാവും, പ്രൊഫഷണൽ എത്തിക്സ് പഠിക്കാനുണ്ടാവും, ഇത്തരത്തിലുള്ള ലൈഫ് സ്കിൽസുകൾ പഠിക്കാനുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. അങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ നമ്മൾ അങ്ങനത്തെ ഡെവലപ്മെൻറ്റിനുള്ള സാധനങ്ങൾ, നമുക്ക് അങ്ങനത്തെ ലൈഫ് സ്കിൽസ് കൂടാനുള്ളത്, അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങൾ പഠിക്കുന്ന സാധനങ്ങളുണ്ടാവും. നമുക്ക് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾ ഉണ്ടാവും. അതിന് നമുക്ക് 9 ക്രെഡിറ്റ്സ് ഉണ്ട്. പിന്നെ ബേസിക് സയൻസ് സബ്ജക്റ്റുകൾ ഉണ്ടാവും, അത് BSc, അതിൽ നമുക്ക് 20 ക്രെഡിറ്റ് ഉണ്ട്. അതായത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് 20 ക്രെഡിറ്റ് ഉണ്ട്. ഈ മാത്സ് ഒക്കെ 4 സെമ്മിൽ പഠിക്കാനുണ്ട്. ഓക്കെ, എല്ലാവർക്കും പഠിക്കാനുണ്ട് 4 സെമ്മിൽ. പക്ഷേ ഒരിക്കലും അത് നഷ്ടമൊന്നും തോന്നില്ല. അപ്പോൾ ആ മാത്സിൻ്റെ സാധനങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകളിൽ എന്തുണ്ടാവുക, അപ്ലൈ ചെയ്യാനുണ്ടാവുക. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കണം എന്ന് മാത്രം. ഇപ്പോൾ നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കും, നിങ്ങൾക്ക് അത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ടേ തോന്നുള്ളൂ. ഇപ്പോൾ S3-കാർക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. സർക്യൂട്ട് ആൻഡ് നെറ്റ്വർക്ക് കൊണ്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ വോൾട്ടേജും കറണ്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വേറെ എന്തോ സാധനമാണ്, ഇതിങ്ങനെ ഡെറൈവ് ചെയ്ത് എടുക്കുന്നതാണ്.
അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന സാധനം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊക്കെ വളരെ എളുപ്പമായിരിക്കും. കുറേ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. പല ബ്രാഞ്ചുകളും അങ്ങനെ തന്നെയാണ്. പല ബ്രാഞ്ചുകളുടെയും ഉള്ളിലിരിക്കുന്നത് മാത്സ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. മീൻസ് ഇതിന് പ്രോസസ്സ് അറിയുന്നവർക്ക് ഇതൊന്നും പ്രശ്നമില്ല. അവിടെ അതായത് ഇപ്പോൾ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് അവിടെ വേറെ രീതിയിലേക്കായിരിക്കും ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ഇതിൻ്റെ മാത്സിൻ്റെ ടെക്നിക്ക് അറിയണമെങ്കിൽ നമ്മൾ മാത്സ് പഠിച്ച സാധനം ഇവിടെ കൊടുന്ന് അപ്ലൈ ചെയ്താൽ ഇതേ ആൻസർ കിട്ടും. ഈ വേറെ എന്തെങ്കിലും എന്താ പറയുക സാധനങ്ങൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസെപ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ അതും കൂടി അതിൽ അപ്ലൈ ചെയ്യണമെന്നുള്ളൂ. മീൻസ് കൺസ്ട്രൈൻസ് എന്തെങ്കിലും അതും കൂടി അപ്ലൈ ചെയ്യണമെന്നുള്ളൂ. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിക്കും. ലാപ്ലേസ് ട്രാൻസ്ഫോം ഇവിടെ ഉണ്ടാവും. സർക്യൂട്ട് നെറ്റ്വർക്കിലുണ്ടാവും. ഫൊറിയർ ട്രാൻസ്ഫോം പഠിക്കും, അത് ഇവിടെ ഉണ്ടാവും. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കാനുണ്ടാവും. പ്രോബബിലിറ്റി പഠിക്കും. എല്ലാം ഇല്ലെങ്കിലും കുറച്ച് ഭാഗങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിൽ കയറി വരും. ഓക്കെ, പവർ സിസ്റ്റത്തിലൊക്കെ കയറി വരും. എവിടെയെങ്കിലൊക്കെ ആയിട്ട് കയറി വരും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് കയറി വരും. ഷുവറാണ്. പിന്നെ ഇൻ്റഗ്രേഷനും ഡിഫറൻഷിയേഷനും പിന്നെ പറയണ്ട, അതൊക്കെ എന്തായാലും ഈ ഡെറിവേഷൻ്റെ സമയത്ത് വരും. പക്ഷെ അതൊന്നും ഭയങ്കര പാടുള്ളതൊന്നുമല്ല. നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ +1-നും +2-നൊക്കെ പഠിച്ചിട്ടുള്ള ഈ എന്താ പറയുക മാത്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ബേസ് ഉണ്ടെങ്കിൽ തന്നെ ഇവിടെയൊക്കെ എല്ലാം അപ്ലൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇക്വേഷൻ പഠിക്കുന്നു, അതെങ്ങനെയാണ് ആ ഇതിൽ വർക്ക് ചെയ്യുന്നതെന്ന് പഠിക്കുന്നു, അപ്ലൈ ചെയ്യുന്നു, ആൻസർ കിട്ടും. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രൻസിനൊക്കെ പഠിക്കുന്ന പോലെ ഇവിടെ ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എന്ത് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് ആൻസറിൽ എത്താന്നുള്ള അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒന്നും അധികം ഉണ്ടാവില്ല. നന്നായിട്ട് വൃത്തിക്ക് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരേ ടൈപ്പ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് പഠിക്കുന്നിടത്തോളം വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ഞാൻ മാത്സിൻ്റെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ ഫിസിക്സ്, അത് നമ്മൾ അതിന് എത്ര എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ ബേസിക് സയൻസ് സബ്ജക്റ്റുകൾ 20 ക്രെഡിറ്റിനുണ്ടാവും. പിന്നെ എഞ്ചിനീയറിംഗ് സയൻസ് പേപ്പറുകൾ ESE പേപ്പറുകൾ 29 ക്രെഡിറ്റിനുണ്ടാവും. എഞ്ചിനീയറിംഗ് സയൻസ് പേപ്പറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക് ഇലക്ട്രോണിക്സ്, അത്തരത്തിലുള്ള ഓരോ ബ്രാഞ്ചിൻ്റെയും എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകൾ ഉണ്ടാവും. കുറേ സബ്ജക്റ്റുകൾ. അത് നമുക്ക് എത്ര ഉണ്ട്? 29 ക്രെഡിറ്റിന് ഉണ്ടാവും. ഓക്കെ, അത് പല സെമ്മുകളിലായിട്ട് നമുക്ക് പഠിക്കാനുണ്ടാവും. പിന്നെ പ്രോഗ്രാം കോർ, അതായത് നമുക്ക് വേണ്ടി മാത്രമുള്ള, നമ്മളിപ്പോൾ ഈസിയാണ് പഠിക്കുന്നത്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കുന്നത്, നമ്മുടെ പ്രോഗ്രാം കോറായിട്ട് കുറച്ച് പേപ്പറുകൾ ഉണ്ടാവും. അത് നമുക്ക് 52 ക്രെഡിറ്റിനുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ പഠിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് 52 ക്രെഡിറ്റിൻ്റെ സബ്ജക്റ്റുകൾ അവിടെ ഉണ്ടാവും. ഓക്കെ, 52 ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 ക്രെഡിറ്റ് വെച്ച് കൂട്ടുകയാണെങ്കിൽ അത്രയും പേപ്പറുകൾ നമുക്ക് എന്തുണ്ടാവും, അതിലുണ്ടാവും. ഓക്കെ, ഒരു ഓൾമോസ്റ്റ് 17-18ഓളം പേപ്പറുകൾ എന്തായാലും അതിൻ്റെ മുകളിലുണ്ടാവും. 20ഓളം പേപ്പറുകൾ എന്തുണ്ടാവും, സബ്ജക്റ്റുകൾ നമുക്ക് നമ്മളെ സ്വന്തം ബ്രാഞ്ചിൽ തന്നെ പഠിക്കാനുണ്ടാവും. ഇത് പ്രോഗ്രാം കോറായിട്ട്. കൂടാതെ പ്രൊജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ആയിട്ട് 16 ക്രെഡിറ്റിന് പേപ്പർ ഉണ്ടാവും. പ്രൊജക്റ്റ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അതിൽ ചെയ്യാനൊക്കെ ഉണ്ടായിട്ടുള്ള എന്തുണ്ടാവും, പേപ്പറുകൾ 16 ക്രെഡിറ്റിനുണ്ട്. പിന്നെ പ്രോഗ്രാം ഇലക്റ്റീവ് PEC എന്ന് പറയും, അത് 18 ക്രെഡിറ്റ് ഉണ്ടാവും. പ്രോഗ്രാം ഇലക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പം നിങ്ങളൊരു ക്ലാസ്സിൽ ഇപ്പോൾ ഒരു 70 ആൾക്കാരുണ്ട്, നിങ്ങളെ ബ്രാഞ്ചിൽ ഇപ്പോൾ ഒരു 70 ആൾക്കാരുണ്ട്. ഈ ഒരു ഏതെങ്കിലും സെമ്മൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാം ഇലക്റ്റീവ് ഉണ്ട്. അതായത് 3 സബ്ജക്റ്റോ അല്ലെങ്കിൽ 2 സബ്ജക്റ്റോ നിങ്ങളുടെ കോളേജിനനുസരിച്ചിരിക്കും ഓഫർ ചെയ്യും. അല്ലെങ്കിൽ 3 സബ്ജക്റ്റ് ഉണ്ടെന്ന് നിൽക്കുക. ഈ 3 സബ്ജക്റ്റിൽ ഏതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, 3 സബ്ജക്റ്റിൽ ഏതെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അതായത് ഈ 60 പേരിൽ 60 ആളും ഒരു 10-20 ആൾക്കാർ ഒരു സബ്ജക്റ്റ് എടുക്കും, 10-20 ആൾക്കാർ വേറെ സബ്ജക്റ്റ് എടുക്കും, അടുത്ത സബ്ജക്റ്റ് 10-20 ആൾക്കാർക്കും. 3 ആൾക്കാരും പഠിക്കുന്നത് അവിടെ വേറെ ആയിരിക്കും. അതായത് നമുക്ക് ഇഷ്ടമുള്ള 3 എണ്ണത്തിൽ ഏതെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം, അത് പഠിക്കാം. അപ്പോൾ നമ്മളെ കൂടെ ഇരിക്കുന്ന എല്ലാവരും ആ സബ്ജക്റ്റിനെ എടുക്കുന്നില്ല, നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം. അങ്ങനത്തെ ആണ് ഇലക്റ്റീവ് പേപ്പറുകൾ എന്ന് പറയാം. ഓക്കെ, അത് നമ്മളെ ഇഷ്ടത്തിനാണ്, നമ്മളെ ഇതിനാണ് എടുക്കുക. അത് 3 സബ്ജക്റ്റുകൾ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഈസിയിൽ എടുക്കും, ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇൻട്രസ്റ്റഡ് തോന്നുന്ന മറ്റേ സബ്ജക്റ്റ് ആണെങ്കിൽ അത് എടുക്കും. ഓക്കെ, അതൊക്കെ നമുക്ക് ഹയർ സെമസ്റ്ററിൽ എത്തുമ്പോൾ നമുക്ക് അതിനെന്ത് വരും, ഓപ്ഷൻസ് വരും. പിന്നെ ഉള്ളത് ഓപ്പൺ ഇൻഡസ്ട്രി ലിങ്ക്ഡ് ഇലക്റ്റീവ്. അതായത് ഓപ്പൺ ഇലക്റ്റീവ്സുകളുണ്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ലിങ്ക്ഡ് ഇലക്റ്റീവ്സ് ഉണ്ട്. ഓപ്പൺ ഇലക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സെറ്റപ്പ് തന്നെ, പക്ഷെ
ഈ ആദ്യം പറഞ്ഞ എന്താണ്, നമ്മളെ ക്ലാസ്സിലുള്ളവർക്ക് തന്നെ വിഭജിച്ചിട്ടുള്ളതായിരിക്കും, അതായത് നമ്മളെ ബ്രാഞ്ചിൻ്റെ ഉള്ളത്തെ സബ്ജക്റ്റ് തന്നെ ആയിരിക്കും അത് ഉണ്ടാവുക. ഈ ഓപ്പൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രാഞ്ചിൻ്റെ സാധനമല്ല, വേറെ ബ്രാഞ്ചിൻ്റെ സാധനം പോയി പഠിക്കണം. അതായത് നമ്മളിപ്പോൾ ഇലക്ട്രിക്കലിലാണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ സയൻസുകാർ ഓഫർ ചെയ്യുന്ന 2-3 സബ്ജക്റ്റ് ഉണ്ടാവും. അപ്പോൾ പല ബ്രാഞ്ചിൽ നിന്നും ആൾക്കാർ അതിലുണ്ടാവും, ആ സബ്ജക്റ്റ് പഠിക്കാനുണ്ടാവും. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഇന്നൊരു സാധനം സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ സാധനം കൊടുക്കുകയാണ്, ഇലക്റ്റീവ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു സബ്ജക്റ്റ് എടുക്കണമല്ലോ. നമ്മൾ ഇലക്ട്രിക്കൽ എന്നുള്ള ആൾക്കാരുണ്ടാവും, EC എന്നുള്ള ആൾക്കാരുണ്ടാവും, അതായത് അതിനെ സംബന്ധിച്ച് എല്ലാവർക്കും പോയി എടുക്കാൻ പറ്റണമെന്നില്ല. അതിന് അവർ ക്രൈറ്റീരിയ വെക്കും. ഇപ്പോൾ സിവിലിന് വന്നിട്ട് ഈ സബ്ജക്റ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അതിലുണ്ടാവില്ല, അല്ലാത്തവർ പോയിട്ട് എന്ത് ചെയ്യും, ആ സബ്ജക്റ്റ് എടുക്കും. അങ്ങനത്തെ എത്ര ഇതുണ്ടാവും, 9 ക്രെഡിറ്റിൻ്റെ പേപ്പർ ഉണ്ടാവും. ഇതേപോലെ തന്നെ ചിലതുണ്ട് എന്ത്, ഇൻഡസ്ട്രി ലിങ്ക്ഡ് ഇലക്റ്റീവ്സും ഉണ്ട്. അതായത് ഏതെങ്കിലും ഇൻഡസ്ട്രി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇലക്റ്റീവ് ആയിരിക്കും, അവിടുത്തെ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ടുകളായിരിക്കും അതിൻ്റെ സിലബസും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, പിന്നെ മിനി പ്രൊജക്ട്സ് ഉണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്, ഇൻറ്റേൺഷിപ്പ് ഉണ്ട്, സെമിനാർ ഉണ്ട്, പിന്നെ PWS എന്ന് പറയും. അങ്ങനത്തെ എത്ര ക്രെഡിറ്റ് കിട്ടും, 12 ക്രെഡിറ്റ് കിട്ടും. അതായത് പ്രൊജക്റ്റ്, മിനി പ്രൊജക്റ്റ്, സെമിനാർ, ഇൻറ്റേൺഷിപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് 12 ക്രെഡിറ്റ്. പിന്നെ ഹെൽത്ത് ആൻഡ് വെൽനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതിന് 1 ക്രെഡിറ്റ്. അതിൽ മെയിനായിട്ട് ബേസിക് സ്പോർട്സ് എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക അങ്ങനത്തിലുള്ള ഒരു സബ്ജക്റ്റാണ്. സിമ്പിൾ സബ്ജക്റ്റാണ്, ആർക്കും പാസ്സാകാൻ പറ്റുന്നൊരു സബ്ജക്റ്റ്. ഓക്കെ, അതിന് 1 ക്രെഡിറ്റ് ഉണ്ട്. അടുത്ത് സ്കിൽ എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് 1 ക്രെഡിറ്റ് ഉണ്ട്. അങ്ങനത്തെ ഒരു സബ്ജക്റ്റും കൂടി ഉണ്ടാവും, അതിന് 1 ക്രെഡിറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് പറഞ്ഞ മാൻഡേറ്ററി ആക്ടിവിറ്റീസ് ആയിട്ടുള്ള MSCA 3 ക്രെഡിറ്റ്. മാൻഡേറ്ററി ആക്ടിവിറ്റീസ് ആയിട്ട് സ്റ്റുഡൻറ്റ് പോയിന്റ് കിട്ടുന്ന, ആക്ടിവിറ്റി പോയിന്റ് കിട്ടുന്ന ഇതിന്, അത് നമ്മൾ വേറെ ഏൺ ചെയ്യുന്നതാണ്. അത് ക്ലാസ് പഠിച്ചിട്ട് വാങ്ങുന്നതല്ല, അല്ലാത്ത ആക്ടിവിറ്റീസ്, വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്തിട്ട്, സ്പോർട്സിന് അറ്റൻഡ് ചെയ്തിട്ട്, അങ്ങനെ അത്തരത്തിലുള്ള ടെക് ഫെസ്റ്റിന് അറ്റൻഡ് ചെയ്തിട്ട്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് നേടിയെടുക്കുന്ന ആക്ടിവിറ്റീസാണ്. അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഈ 170 ക്രെഡിറ്റ് കിട്ടുന്നത്. ഈ 170 ക്രെഡിറ്റ് കിട്ടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, BTech കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിറങ്ങുന്നത്. ഓക്കെ, ഇതിൽ റിലാക്സേഷൻ ഞാൻ പറഞ്ഞു നേരത്തെ, 160 കിട്ടിയാൽ പോലും നമുക്ക് എന്ത് കിട്ടും, BTech കിട്ടും 10. പക്ഷെ നമുക്ക് എന്ത് കുറയും, ഇവിടെ മാർക്ക് വളരെ അധികം, 10 ക്രെഡിറ്റിൻ്റെ മാർക്ക് അവിടെ കുറയാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ 170 ക്രെഡിറ്റിന് പഠിച്ചെടുക്കണം. കൂടാതെ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. നല്ല പഠിക്കുന്നവർക്ക് ഓണേഴ്സ് കിട്ടാനും മൈനേഴ്സ് കിട്ടാനും ഇത് രണ്ടും കൂടി ഒപ്പം കിട്ടാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് പറയാം. ഇനി നമുക്ക് എന്താണ് ഇലക്റ്റീവ്. ഇപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇലക്റ്റീവ് എന്താണെന്ന് പറയാം. ഇലക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഇലക്റ്റീവ് പിക്ഡ് എനി വിത്തിൻ ദ ഡിസിപ്ലിൻ. അതായത് നമ്മളെ ബ്രാഞ്ചിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, പിക്ക് ചെയ്യുന്നതിനാണ് പ്രോഗ്രാം ഇലക്റ്റീവ് എന്ന് പറയുക. ഇനി ഓപ്പൺ ഇലക്റ്റീവ് എന്ന് പറഞ്ഞാൽ പിക്ഡ് ഫ്രം ഔട്ട്സൈഡ് ദ ഡിസിപ്ലിൻ മാക്സിമം 30% ഓവർലാപ്പ് അലൗഡ്. അതായത് നമ്മൾ വേറൊരു ബ്രാഞ്ചിൻ്റെ ഒരു സാധനം പഠിക്കുകയാണെങ്കിൽ ആ സാധനം, ഞാനിപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്, ഞാൻ പോയിട്ട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു സാധനം, ഒരു സബ്ജക്റ്റ് അവിടെ കൊടുക്കുന്ന ഒരു എലക്റ്റീവ് പഠിക്കാൻ പോവുകയാണെങ്കിൽ ആ സബ്ജക്റ്റിൻ്റെ സിലബസത്തെ 30% കൂടുതൽ ഞാൻ പഠിക്കുന്ന ഏതെങ്കിലും സബ്ജക്റ്റുമായിട്ട് എന്താവരുത്, സിലബസ് മാച്ചാവരുത്. 30% വരെ ഓവർലാപ്പിംഗ് അലൗഡ് ഉള്ളൂ. അതിൻ്റെ മുകളിൽ പോയ സബ്ജക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് പാസ്സാവാനും വേണ്ടിയിട്ട് വേറെ ബ്രാഞ്ചിൻ്റെ സാധനം പോയി പഠിക്കുമ്പോൾ എന്താണ് നമ്മൾക്ക് പഠിക്കാനുള്ള അതേപോലത്തെ സാധനം പോയി പഠിക്കാമെന്ന്. അങ്ങനെ പറ്റില്ല. അതെന്താവില്ല, അലൗഡ് അല്ല. മാക്സിമം 30% വരെ. അപ്പോൾ നമ്മൾ പുറത്തുള്ളൊരു സാധനം പഠിക്കാനും വേണ്ടിയിട്ടാണ് എന്ത് വെച്ചിട്ടുള്ളത്, ഈ ഓപ്പൺ ഇലക്റ്റീവ് വെച്ചിട്ടുള്ളത്. വേറൊരു ഡിസിപ്ലിനുള്ള സാധനം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഓപ്പൺ ഇലക്റ്റീവ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ഇൻഡസ്ട്രി ലിങ്ക്ഡ് ഇലക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ വിത്ത് ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ഈ അവിടെ എന്താണ് ഈ 30% ഓവർലാപ്പ്. അതായത് ഇൻഡസ്ട്രി ഇലക്റ്റീവിലും നമുക്ക് എന്ത് പോയി പഠിക്കാൻ പറ്റില്ല, നമ്മൾ പഠിക്കാനുള്ള അതേ സാധനം തന്നെ പോയിട്ട് ഇൻഡസ്ട്രി ഇലക്റ്റീവ് പഠിക്കാൻ പറ്റില്ല. മാക്സിമം 30% നമുക്ക് ഓൾറെഡി പഠിക്കാനുള്ള സാധനം തന്നെ പോയിട്ട് ഇൻഡസ്ട്രി ലിങ്ക്ഡ് ഇതിൽ എടുക്കാൻ പാടില്ല എന്നർത്ഥം. അടുത്ത് ലെവൽ 5 കോഴ്സാണ്. അതായത് ലെവൽ 5 കോഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ്, അതായത് പ്രോഗ്രാം ഇലക്റ്റീവിൻ്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ്. ഓക്കെ, പ്രോഗ്രാം ഇലക്റ്റീവ് തന്നെയാണ്, അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് കോഴ്സാണ് ഏത്
അത് കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും. പ്രോഗ്രാമിംഗ് ഇലക്ടീവ് തന്നെ കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും അതെന്താണ് എക്സ്ട്രാ 2 ക്രെഡിറ്റ്സ്. അതിനെന്തുണ്ടാവും, ഒരു എക്സ്ട്രാ 2 ക്രെഡിറ്റ്സും കൂടി ഉണ്ടാവും. ഓക്കെ, ലെവൽ 5 കോഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് പ്രോഗ്രാം ഇലക്റ്റീവ് ആണ്, വിത്ത് എക്സ്ട്രാ 2 ക്രെഡിറ്റ്സ് ആയിരിക്കും. അതിൻ്റെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ, അതായത് അതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ, ഇന്റേണൽ മാർക്ക് 80% കൂടുതലും വൈവേ മാർക്ക് 70% കൂടുതലും ആൻഡ് നമുക്ക് കിട്ടുന്ന ഗ്രേഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ, അതായത് നമുക്ക് സാധാ ഇലക്റ്റീവ് തന്നെ അതിൽ തന്നെ നമ്മൾ എന്തൊക്കെ നേടണം, ലെവൽ 5 കോഴ്സ് തന്നെ നമ്മൾ എന്തൊക്കെ നേടണം, ഇന്റേണൽ മാർക്ക് 80% കൂടുതൽ വേണം, വൈവൻ്റെ മാർക്ക് 70% കൂടുതൽ വേണം, ഗ്രേഡ് എന്തായിരിക്കണം, ബിയിൽ കൂടുതൽ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ലെവൽ 5 കോഴ്സ് നമ്മൾ പാസ്സായി എന്ന് പറയാം. നമുക്ക് എന്ത് കിട്ടും, 2 ക്രെഡിറ്റ് അഡീഷണൽ കിട്ടും. ഓക്കെ, ഈ 2 ക്രെഡിറ്റ് നമുക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു റിലാക്സേഷൻ ആയിട്ട് കിടക്കുന്നവന് ഉപയോഗിക്കാം. അവിടെ ആയിട്ടില്ല, 160 ക്രെഡിറ്റ് ആയിട്ടില്ലെങ്കിൽ ഈ 2 ക്രെഡിറ്റ് അവിടെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന ഈ 2 ക്രെഡിറ്റ് അങ്ങോട്ട് കൊണ്ടുപോകാം. അതായത് നമ്മൾ അത്രയും അങ്ങനെയുള്ളവർക്ക് അത് കൊണ്ടുപോകാൻ, ഇത് പാസ്സാകാൻ പറ്റുന്നവർക്ക് മൊത്തം ബിടെക് അല്ലെങ്കിൽ പാസ്സായി പോവാം. ഇത്രയും 80% ഇന്റേണൽ മാർക്ക് കിട്ടണം. അതായത് 80% എന്ന് പറഞ്ഞാൽ എത്ര ആയി, 40-ൽ എത്ര മാർക്ക് വേണം, മനസ്സിലായല്ലോ. അതുപോലെ തന്നെ 100-ൽ 80 മാർക്ക് വേണം ഇന്റേണൽ മാർക്ക്. പിന്നെ വൈവക്ക് 70% മാർക്ക് വേണം, ഗ്രേഡ് ബിയിൽ കൂടുതൽ വേണം. അങ്ങനെയൊക്കെ ആണെങ്കിലാണ് ലെവൽ 5 കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മിനിമം 15 സ്റ്റുഡൻറ് നീഡ് ടു ഓഫർ പ്രോഗ്രാം. ഇപ്പം നമ്മളൊരു ക്ലാസ്സിൽ 3 ഇലക്റ്റീവ് നമുക്ക് ഓഫർ ചെയ്തു, പക്ഷേ ഒരു ഇലക്റ്റീവിൽ 15 സ്റ്റുഡൻസ് ഇല്ലെങ്കിൽ ആ ഇലക്റ്റീവ് ഉണ്ടാവില്ല. ആ ഇലക്റ്റീവ് എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് കളയും. മിനിമം 15 സ്റ്റുഡൻസ് എങ്കിലും എന്ത് വേണം, ക്ലാസ്സിലുണ്ടെങ്കിൽ മാത്രമേ എന്ത് നടത്തുള്ളൂ, ആ പ്രോഗ്രാം ഇലക്റ്റീവ് നടത്തുള്ളൂ. ഓർ അതുതന്നെയാണ് ഈ ഓപ്പൺ ഇലക്റ്റീവിൻ്റെയും ഇൻഡസ്ട്രി ലിങ്ക്ഡ് കോഴ്സിൻ്റെയൊക്കെ ആവശ്യം. പക്ഷേ ലെവൽ 5 കോഴ്സിന് എന്ത് വേണ്ട, നോട്ട് മാൻഡേറ്ററി ഫോർ ലെവൽ 5 കോഴ്സിന് 15 കുട്ടികൾ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ പ്രോഗ്രാം ഇലക്റ്റീവിനും ഓപ്പൺ ഇലക്റ്റീവിനും ഇൻഡസ്ട്രീനും മിനിമം 15 കുട്ടികളുള്ള കോഴ്സുകൾ മാത്രമേ എന്താക്കുള്ളൂ, നടത്തുള്ളൂ. ഓക്കെ, ഇനി കോഴ്സ് ചേഞ്ച് റൂള്. നോ ചേഞ്ച് ഓഫ് ഇലക്റ്റീവ് ആഫ്റ്റർ എക്സാം രജിസ്ട്രേഷൻ. എക്സാം രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോഴ്സ് മാറാൻ പറ്റില്ല. അതായത് നമ്മൾ ചൂസ് ചെയ്യില്ലേ, മറ്റേതൊക്കെ ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും നമ്മൾക്ക് എന്താ പഠിക്കാനുള്ളത് നമ്മളാണ് പഠിക്കല്ലേ. ഇത് അതുപോലെ അല്ലല്ലോ, നമ്മൾ 3 അല്ലെങ്കിൽ 3 ഓഫർ ചെയ്തെന്ന് ഒന്ന് ചൂസ് ചെയ്യാണ്. ആ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് നമുക്ക് എന്താ പറയുക, HOD-നോടൊക്കെ പറഞ്ഞിട്ട് മാറാനൊക്കെ പറ്റും. പക്ഷേ എക്സാം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറാൻ പറ്റില്ല. തുടക്കത്തിൽ തന്നെ നമ്മൾ എടുത്തു, ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി, അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ HOD-നോടൊക്കെ പറഞ്ഞും സീനിയർ അഡ്വൈസറോടൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്യാം, മാറ്റാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. കോളേജ് അനുസരിച്ചിരിക്കും, ഒരു സ്വഭാവമനുസരിച്ചിരിക്കും. ഓക്കെ, പക്ഷേ എക്സാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. FE ഗ്രേഡ് ഇൻ PE ക്യാൻ സ്വിച്ച് ടു ന്യൂ ഇലക്റ്റീവ് ഇഫ് ഓൾഡ് നോട്ട് ഓഫേർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇലക്റ്റീവ് എടുത്തു, എന്നിട്ട് നമുക്ക് എന്താ ഇല്ല, അറ്റൻഡൻസ് ഇല്ലാതെയോ എന്താ പറയുക ഇന്റേണൽ മാർക്ക് ഇല്ലാതെയോ നമ്മൾ എന്തായി, ഫെയിൽഡ് ഡ്യൂ ടു എലിജിബിലിറ്റി ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എലിജിബിലിറ്റി ഇല്ലാതെ തോറ്റുപോയി. അതായത് നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല, യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പറ്റാതെ ആയെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത തവണ പിന്നെ നമ്മൾ ഇത് തന്നെ പഠിക്കണമല്ലോ, ഒന്നേന്ന് പഠിക്കണമല്ലോ. കാരണം ക്ലാസ്സിലിരുന്ന് അസൈൻമെന്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടല്ലേ പിന്നെ നമുക്ക് എലിജിബിലിറ്റി കിട്ടുള്ളൂ എക്സാം എഴുതാനുള്ള. ആ സമയത്ത് ആ ഇലക്റ്റീവ് അവിടെ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്റ്റീവ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 15 സ്റ്റുഡൻസ് അടുത്ത ആ വർഷം ആവുന്ന സമയത്ത്, മീൻസ് നിങ്ങൾ ജൂനിയേഴ്സ് ആ സമയത്ത് എത്തുമ്പോഴാണ് നിങ്ങൾക്ക് പിന്നെ ആ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റുക. ആ സമയത്ത് എന്താണ്, ആ ഇലക്റ്റീവ് ആരും എടുത്തില്ല എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് പോയി പഠിക്കാനും പറ്റാത്ത അവസ്ഥ വരുമല്ലോ. ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ ഇലക്റ്റീവ് ചൂസ് ചെയ്യാനുള്ള അവസരം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഈ ഫെയിൽഡ് ലെവൽ 5 കോഴ്സാണ് നമ്മൾ തോറ്റതെങ്കിൽ, നമ്മൾ ലെവൽ 5 കോഴ്സ് എടുത്തു, നമുക്ക് 2 ക്രെഡിറ്റ് അധികം കിട്ടുമല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ ലെവൽ 5 കോഴ്സ് എടുത്തു, എന്നിട്ട് ഇത്രയും കാര്യങ്ങളും കൂടി മീറ്റ് ചെയ്താലല്ലേ നമുക്ക് ആ 2 ക്രെഡിറ്റ് അഡീഷണൽ കിട്ടുള്ളൂ.
ആ കോഴ്സാണ് നമ്മൾ തോറ്റതെങ്കിൽ ക്യാൻ സ്വിച്ച് ടു ലെവൽ 3 ഇൻ ദ സെയിം ബാസ്ക്കറ്റ്. നമുക്ക് എന്ത് ചെയ്യാം, ലെവൽ 3 കോഴ്സിലോട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്വിച്ച് ചെയ്യാം. ഓക്കെ, നോ ചേഞ്ച് ഫോർ ഓപ്പൺ ഇലക്റ്റീവിനും ഇൻഡസ്ട്രി ലിങ്ക്ഡ് ഇലക്റ്റീവിനും എന്ത് ചെയ്യില്ല, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പ്രോഗ്രാം ഇലക്റ്റീവിനും ലെവൽ 5 കോഴ്സും വേണമെങ്കിൽ നമുക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി കോഴ്സ് ചേഞ്ച് റൂൾ തന്നെ പറയുന്നത് നോ ചേഞ്ച്. ഓക്കെ, ഇത് സെയിം ആണ്. ഓക്കെ, വേണ്ട കേട്ടോ. ഇനി മാക്സിമം ഡ്യൂറേഷൻ ഫോർ കംപ്ലീഷൻ ഓഫ് ബിടെക് പ്രോഗ്രാം. ബിടെക് പ്രോഗ്രാമിൻ്റെ കംപ്ലീഷനിലുള്ള മാക്സിമം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഡ്യൂറേഷൻ എത്രയാണ്, 4 years ആണ്. നമ്മൾ പറഞ്ഞു 4 വർഷമാണ് എന്ത് മാക്സിമം ഡ്യൂറേഷൻ, അല്ല മിനിമം ഡ്യൂറേഷൻ, അതായത് 8 സെമസ്റ്റർ. പക്ഷെ അഡീഷണൽ ഗ്രേസ് പീരീഡ് തരുന്നുണ്ട്. പ്ലസ് 2 years allowed to clear any remaining backlog and complete credit requirement. നമുക്ക് ക്രെഡിറ്റ് ഏതെങ്കിലും സബ്ജക്റ്റുകൾ തോൽക്കുകയോ ബാക്ക്ലോഗ് വരികയൊക്കെ സപ്ലൈ ഒക്കെ അടിക്കുകയാണെങ്കിൽ ഇതൊക്കെ ക്ലിയർ ചെയ്തെടുക്കാനും വേണ്ടി അഡീഷണലി 2 കൊല്ലം കൂടി നമുക്ക് എന്ത് കിട്ടും, അവസരം കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കൊല്ലം കഴിഞ്ഞിട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ 2 വർഷം കൂടി നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇത് കിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 6 കൊല്ലം കൊണ്ട് നമ്മളെ ബിടെക് തീർത്തിരിക്കണം എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. ഓട്ടോമാറ്റിക് ക്യാൻസലേഷൻ ആണ്. ഇഫ് സ്റ്റിൽ ഇൻകംപ്ലീറ്റ്, എന്നിട്ടും നമ്മളിത് കംപ്ലീറ്റ് ചെയ്തില്ല, ആഫ്റ്റർ 6 years ദ സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ വിൽ ബി ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ. സ്റ്റുഡൻറ്റിൻ്റെ രജിസ്ട്രേഷൻ എന്താവും, ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. നോ സെപ്പറേറ്റ് നോട്ടീസ് വിൽ ബി ഇഷ്യൂഡ്. പിന്നെ സെപ്പറേറ്റ് എന്തില്ല, നിങ്ങൾ ക്യാൻസൽ ആവാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടുള്ള നോട്ടീസൊന്നും വരില്ല. 6 കൊല്ലമായി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എന്താവും, ക്യാൻസൽ ആവും. ഇനി ആഫ്റ്റർ ക്യാൻസലേഷൻ എന്താണ്, കനോട്ട് രജിസ്റ്റർ ഫോർ, പുതിയ കോഴ്സിന് രജിസ്റ്റർ ചെയ്യാനോ എക്സാം എഴുതാനോ പറ്റില്ല. അപ്പം മാക്സിമം 6 വർഷമാണ്. സ്റ്റിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം, റിക്വസ്റ്റ് ഫോർ റിസൾട്ട് റിവാലുവേഷൻ അപ്ലൈ ചെയ്യാം, അപ്ലൈ ഫോർ ക്യാൻസലേഷൻ ഓർ മൈഗ്രേഷൻ, വേറെ യൂണിവേഴ്സിറ്റിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബിടെക് ക്യാൻസൽ ചെയ്യാണെന്നുള്ളതിലൊക്കെ ഉപയോഗിക്കാം. യൂസ് അതർ യൂണിവേഴ്സിറ്റി പെർമിറ്റഡ് പോർട്ടൽ സർവീസ്, അതായത് യൂണിവേഴ്സിറ്റി പെർമിറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള, അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ എന്തുണ്ടാവും, വെബ്സൈറ്റിൽ ആക്സസ് ഉണ്ടാവും, അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാനോ എക്സാം എഴുതാനൊന്നും പറ്റില്ല. ഓൾറെഡി എഴുതിയിട്ടുള്ള എക്സാമുകളുടെ റിവാലുവേഷൻ കൊടുക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് അക്കാദമിക്സ് മെൻറ്ററിങ് ആൻഡ് സ്റ്റുഡൻറ് സപ്പോർട്ട്. എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി പറയുന്നത് നോക്കാം. ഒരു അഡ്വൈസറി സിസ്റ്റം ഉണ്ടാവും. ഓക്കെ, അതായത് ഒരു സീനിയർ ഫാക്കൽറ്റി അഡ്വൈസർ ഉണ്ടാവും, അതായത് പിന്നെ കൂടാതെ ഫാക്കൽറ്റി അഡ്വൈസേഴ്സും ഉണ്ടാവും. ഇപ്പോൾ ഒരു ക്ലാസ്സിന് ഒരു സീനിയർ ഫാക്കൽറ്റി അഡ്വൈസറും പിന്നെ 2-3 ആൾക്കാർ ആ സാറെ സഹായിക്കാനും വേണ്ടിയിട്ട് ആരുണ്ടാവും, ഫാക്കൽറ്റി അഡ്വൈസേഴ്സും ഉണ്ടാവും. ഓക്കെ, ഒരു ക്ലാസ്സിന് ഒരു സീനിയർ ഫാക്കൽറ്റി അഡ്വൈസർ മിനിമം ഉണ്ടാവും, ഒരാളുണ്ടാവും. കൂടാതെ അയാൾക്ക് എന്തുണ്ടാവും, 5 year എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. അതായത് ഇതൊക്കെ ചെയ്ത് നടത്തി ശീലമുള്ള ഒരു 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. ആരുണ്ടാവും, മൾട്ടിപ്പിൾസ് ഓഫ് ഫാക്കൽറ്റി അഡ്വൈസർ, അത് ഈ സാറെ സഹായിക്കാനും വേണ്ടിയിട്ട് ഉണ്ടാവും. അപ്പം ഒരു 70 ആൾക്കാർ അല്ലെങ്കിൽ 50 ആൾക്കാരുള്ള ക്ലാസ്സിൽ ഒരു സീനിയർ അഡ്വൈസർ ഉണ്ടാവും. കൂടാതെ 50 ആൾക്കാരെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് കുറച്ച് സാർമാരും കൂടി ആരുണ്ടാവും, ഒരു 2-3 ആൾക്കാരും കൂടി ഹെൽപ്പിനുണ്ടാവും. ഈച്ച് ഫാക്കൽറ്റി അഡ്വൈസർ ഗൈഡ് 25 മുതൽ 35 സ്റ്റുഡൻസിന് വരെ ഒരു ഫാക്കൽറ്റി അഡ്വൈസർ എന്ത് ചെയ്യും, ഗൈഡ് ചെയ്യും. ഓൺ അക്കാദമിക്സ്, വെൽബീയിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് പാരൻസ്. പാരൻസിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അക്കാദമിക്സിൻ്റെ കാര്യങ്ങൾ പറയാൻ, നമ്മളെ എല്ലാ കാര്യങ്ങളും നോക്കാൻ. എല്ലാ കാര്യങ്ങളും നോക്കില്ല, നമുക്ക് വേണ്ട ഡൗട്ടും കാര്യങ്ങളും നമ്മളെ കാര്യങ്ങളൊക്കെ പറയാനും വേണ്ടിയിട്ടാണ് ഒരാളവിടെ അസൈൻ ചെയ്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. ഇഫ് ദർ ആർ നോട്ട് ഇനഫ് എക്സ്പീരിയൻസ് ഫാക്കൽറ്റി, ഇപ്പോൾ അഥവാ 5 കൊല്ലം എക്സ്പീരിയൻസ് ഇല്ലാത്ത, ഇപ്പോൾ ഒരു കോളേജിൽ പുതിയ തുടങ്ങിയ കോളേജോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫാക്കൽറ്റി ഇല്ലാത്ത കോളേജ് ആണെങ്കിൽ, ഇഫ് ദർ ആർ നോട്ട് ഇനഫ് എക്സ്പീരിയൻസ് ഫാക്കൽറ്റി, ജൂനിയർ ഫാക്കൽറ്റി ഓർ സയൻസ് ഓർ ഹ്യൂമാനിറ്റീസ് ഫാക്കൽറ്റി മേ ബി അസൈൻഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡിസിപ്ലിനിൽ അങ്ങനെ ആളില്ല. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുകയാണ്, അവിടുത്തെ സാർമാർക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളവരില്ലെങ്കിൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് വേറെ ഉള്ള സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിപ്പിക്കുന്ന, അതായത് മാത്സ് പഠിപ്പിക്കുന്ന സാർമാർ അവിടെ നിന്നൊക്കെ അസൈൻ ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ സീനിയർ ഫാക്കൽറ്റി അഡ്വൈസറും
അല്ലെങ്കിൽ ഫാക്കൽറ്റി അഡ്വൈസർ മസ്റ്റ് കീപ് പാരൻസ് ഇൻഫോംഡ് അബൌട്ട് സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രസ്സിനെ പറ്റി അത് നമ്മൾ നോക്കണ്ട, അത് അവർ ചെയ്തോളും. ഓക്കെ. ഓൾ സ്റ്റുഡൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആർ മെയിൻറ്റെയിൻ ബൈ ദി ഇവരെ കയ്യിലായിരിക്കും. അതായത് സീനിയർ ഫാക്കൽറ്റി അഡ്വൈസർ എടുത്തായിരിക്കും, അല്ലെങ്കിൽ ഫാക്കൽറ്റി അഡ്വൈസർ എടുത്തായിരിക്കും നമ്മളെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും എന്തുണ്ടാവുക, ഡോക്യുമെൻറ്റ്സുകൾ ഉണ്ടാവും. ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് ലിസ്റ്റിൻ്റെ സാധനങ്ങൾ, നമ്മളെ അറ്റൻഡൻസ് ഡാറ്റ, നമ്മളെ ബാക്കിയുള്ള അതായത് നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോഴുള്ള അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ആദ്യം ഇവരെടുത്ത് പോയിട്ടാണ് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ. ഇവരാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, മെയിൻലി HOD വഴിയോ പ്രിൻസിപ്പാൾ വഴിയൊക്കെ യൂണിവേഴ്സിറ്റിയിലോട്ട് എത്തിക്കുന്നുണ്ടാവുക, മീൻസ് പോർട്ടലിലോട്ട് എത്തിക്കുക. റിക്വസ്റ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻറ്റ് ആൻഡ് പാരൻസ് മസ്റ്റ് ഫസ്റ്റ് കോണ്ടാക്ട്. ആരെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്? സ്റ്റുഡൻസോ അല്ലെങ്കിൽ പാരൻസ് ആണെങ്കിലും ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് സീനിയർ അഡ്വൈസറെയോ ഫാക്കൽറ്റി അഡ്വൈസറെയോ ആണ് നോക്കേണ്ടത്. ഇനി അക്കാദമിക് റിക്വസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ ടു കോളേജ് ഓർ യൂണിവേഴ്സിറ്റി മസ്റ്റ് പാസ് ത്രൂ ഇവരുടെ റെക്കമെൻഡേഷൻ കൂടെയാണ് പോവുക. അപ്പം ഇവരോടൊക്കെ നല്ല രീതിയിൽ നിൽക്കുക, കാരണം ഇവർ വഴിയാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത് എന്ന് ഓർക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. സീനിയർ ഫാക്കൽറ്റി അഡ്വൈസർ മസ്റ്റ് കണ്ടക്ട് മീറ്റിംഗ് വിത്ത് സ്റ്റുഡൻറ്റ്, ഫാക്കൽറ്റി ആൻഡ് പാരൻറ്റ് ടു ഗൈഡ് ദം അക്കാദമിക്കലി ആൻഡ് പേഴ്സണലി ഉള്ള കാര്യത്തിനൊക്കെ എന്താണ് അവരെ ഗൈഡ് ചെയ്യാനും വേണ്ടിയിട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. അതൊക്കെ ടീച്ചേഴ്സ് ചെയ്തോളും. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത് ഇവരെ എടുത്ത് എന്തുണ്ട്, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ഇവർക്ക് തീരുമാനിക്കാം എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ അവരോടൊക്കെ നല്ല രീതിയിൽ നിൽക്കണം. ആൻഡ് കോഴ്സ് ഫാക്കൽറ്റീസ് മേജർ റെസ്പോൺസിബിലിറ്റീസ് ഫോളോ ഓൾ യൂണിവേഴ്സിറ്റി റെഗുലേഷൻസ് ആൻഡ് സിലബസ് റിക്വയർമെൻറ്റ്. അതൊക്കെ സാർമാർക്കുള്ളതാണ്. മെയിൻറ്റെയിൻ ആൻസർ ബുക്ക്, അറ്റൻഡൻസ് റെക്കോർഡ് പ്രോപ്പർലി. അപ്പോൾ ഇതേ സാർമാർക്കുള്ളതാണെങ്കിലും നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ അവരോട് മാനേജ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്താവണം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണം എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ. അവരോട് ഇത്രയും കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ യൂണിവേഴ്സിറ്റി പറയുന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം, സ്റ്റുഡൻസായി നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പോൾ മെയിൻറ്റെയിൻ ആൻസർ ബുക്ക്, അറ്റൻഡൻസ് ആൻഡ് റെക്കോർഡ് പ്രോപ്പർലി, കണ്ടക്ട് ക്ലാസ്സസ് ആസ് പെർ ദ യൂണിവേഴ്സിറ്റി കലണ്ടർ പ്രകാരം ക്ലാസ്സുകൾ നടക്കണം. ആൻഡ് ഷെയർ കോഴ്സ് പ്ലാൻ, ഇവാലുവേഷൻ പ്ലാൻ ഇൻ ദ ഫസ്റ്റ് വീക്ക് ഓഫ് ദ സെമസ്റ്റർ. ഓക്കെ. കോഴ്സ് പ്ലാൻ എങ്ങനെയാണ് ഇവാലുവേഷൻ പ്ലാൻ ഉണ്ടാവുക എന്നൊക്കെ ഉള്ള സെമസ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. കീപ്പ് ഡീറ്റെയിൽഡ് അസസ്മെൻറ്റ് പ്ലാൻ പറഞ്ഞു കൊടുക്കണം. നോട്ടിഫൈ സ്റ്റുഡൻസ് ഓഫ് ദെയർ പെർഫോമൻസ് ഓൺ ടൈം. നിങ്ങളെ പെർഫോമൻസ് ഒക്കെ അതൊക്കെ നിങ്ങൾക്ക് അറിയും. നിങ്ങൾ ഒരു എക്സാം ചെയ്യുമ്പോൾ ഇത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ നിങ്ങളോട് പറയും. റിപ്പോർട്ട് ഓഫ് യുവർ പെർഫോമൻസ്, ലോ അറ്റൻഡൻസ് കേസ് മന്ത്ലി ടു HOD മേ ലീഡ് ടു FE ഗ്രേഡ്. അതായത് നമുക്ക് പെർഫോമൻസ് കുറവാണ് അല്ലെങ്കിൽ ലോ അറ്റൻഡൻസ് ഒക്കെ ആണെന്നുള്ളത് HODക്ക് ആര് പറഞ്ഞു കൊടുക്കും? ഇവർ പറഞ്ഞു കൊടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താവാൻ പോവായിരിക്കും, നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ എലിജിബിലിറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. മീൻസ് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഇല്ലാത്തൊരവസ്ഥ വരാൻ അവസാനം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ സബ്ജക്റ്റ് പിന്നെയും പോയി പഠിക്കേണ്ടി വരും. എന്തൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾ സ്കൂളിൽ പഠിച്ച പോലെയല്ല അറ്റൻഡൻസ് ഒക്കെ. അറ്റൻഡൻസ് ചിലപ്പോൾ സ്കൂളിൽ രാവിലെ ഒരൊറ്റ അറ്റൻഡൻസ് എടുക്കും, ഉച്ചയ്ക്ക് വന്നിട്ട് ഒരു അറ്റൻഡൻസ് എടുക്കും, പരിപാടി ചെയ്യും. അങ്ങനെയല്ല, ഓരോ സബ്ജക്റ്റിനും ഓരോ അവറിലും ഇപ്പോൾ ഫസ്റ്റ് അവറിൽ വന്നിട്ട് ഇപ്പോൾ മാത്സ് പഠിപ്പിക്കുന്ന ആ മാത്സിൻ്റെ സാർ അറ്റൻഡൻസ് എടുക്കും. അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത പീരീഡായി, അടുത്ത പീരീഡിൽ ആര് വന്നു, നമ്മുടെ ഫിസിക്സ് വന്നു എന്ന് വിചാരിക്കും. ഫിസിക്സിൻ്റെ സാർ എന്തെടുക്കും, അറ്റൻഡൻസ് എടുക്കും. ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് അറ്റൻഡൻസ് ഉണ്ടാവും. ഓക്കെ. അതിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി ക്ലാസ് കമ്മിറ്റി ആൻഡ് ക്ലാസ് PTA ആണ്. ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളൂ. അതിലാരൊക്കെ ഉണ്ടാവും? ക്ലാസ് കമ്മിറ്റിയിൽ ചെയറായിട്ട് സീനിയർ ഫാക്കൽറ്റി അഡ്വൈസർ ഉണ്ടാവും, പിന്നെ സീനിയർ ഫാക്കൽറ്റീസ് ഉണ്ടാവും, മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ ഉള്ള സീനിയർ ഫാക്കൽറ്റീസ് ഉണ്ടാവും, നമ്മളെ ഫാക്കൽറ്റി അഡ്വൈസേഴ്സ് ഉണ്ടാവും, സ്റ്റുഡൻസ് റെപ്പുകൾ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 സ്റ്റുഡൻസ് റെപ്പുകൾ ഉണ്ടാവും. മീറ്റിംഗ് ഒരു സെമസ്റ്ററിൽ 2 വട്ടം മീറ്റിംഗ് ഉണ്ടാവും. ഫസ്റ്റ് വിത്തിൻ 2 വീക്സ് ഓഫ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് 2 വീക്കിനുള്ളിൽ ഫസ്റ്റ് മീറ്റിംഗ് ഉണ്ടാവും. സെക്കൻഡ് ആഫ്റ്റർ ദ ഫസ്റ്റ് ഇൻറ്റേർണൽ എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു മീറ്റിംഗ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ. ക്ലാസ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടാവും. 8 സ്റ്റുഡൻസ് റെപ്പ് വരെ അതിലുണ്ടാവും. ഇനി PTA മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമസ്റ്ററിൽ ഒന്നാണ് ഉണ്ടാവുക. അതെന്താവാം, ഓൺലൈനും ആകാം. കാരണം
എല്ലാ PTA മീറ്റിങ്ങിനും എല്ലാവർക്കും എത്തിപ്പെടണമെന്നില്ല. ഇപ്പോൾ CET ഒക്കെ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ഓൾ ഓവർ കേരള ആയിരിക്കും. എല്ലാ പേരൻസിനും വരണം പറ്റിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഓൺലൈനായിട്ടും നടത്താമെന്നാണ് ആര് പറയുന്നത്? യൂണിവേഴ്സിറ്റി പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ഫസ്റ്റ് ഇൻറ്റേർണൽ എക്സാം റിസൾട്ട് കഴിഞ്ഞതിന് ശേഷമാണ് എന്തുണ്ടാവുക? ഈ PTA മീറ്റിംഗ് ഉണ്ടാവും. അതിൽ HOD ഉണ്ടാവും, സീനിയർ ഫാക്കൽറ്റി അഡ്വൈസർ ഉണ്ടാവും, ഫാക്കൽറ്റീസ് ഉണ്ടാവും, പാരൻസ് എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും. ഡിസ്കസ് അക്കാദമിക്സ് പ്രോഗ്രസ്സും അറ്റൻഡൻസും അതിൻ്റെ റിസോൾവ് വേറെ മറ്റു തരത്തിലുള്ള ഇഷ്യൂസൊക്കെ അതിൽ എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്തുള്ളത്? PTA മീറ്റിംഗ് വെക്കുന്നത്. ഓക്കെ, മാർക്സ് ആൻഡ് അറ്റൻഡൻസ് ഡിസ്പ്ലേ. ഓക്കെ, ഇന്റേണൽ മാർക്ക്, അറ്റൻഡൻസിന്റെ പെർസെൻറ്റേജ്, ആക്ടിവിറ്റി പോയിന്റ് മസ്റ്റ് ബി ഷോൺ ഓൺ ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടീസ് ബോർഡ്. മെയിൻ നോട്ടീസ് ബോർഡിലായിരിക്കില്ല, ഡിപ്പാർട്ട്മെന്റിന് എന്തുണ്ടാവും? നോട്ടീസ് ബോർഡ് ഉണ്ടാവും. കോളേജിന് വേറെ നോട്ടീസ് ബോർഡ് ഉണ്ടാവും. ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടീസ് ബോർഡിൽ എന്തുണ്ടാവും? മാർക്ക്, ഇന്റേണൽ മാർക്കും അറ്റൻഡൻസിന്റെ പെർസെൻറ്റേജും ആക്ടിവിറ്റി പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? ഫോർ 2 working days ബിഫോർ അപ്ലോഡിങ് ടു ദ പോർട്ടൽ. നോട്ടീസ് ബോർഡ് ഫോർ 2 working days, അതായത് യൂണിവേഴ്സിറ്റി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ 2 working days എവിടെ ഉണ്ടാവണം? ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് ബോർഡിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ എവിടെ പോയി നോക്കണം? ഈ സാധനങ്ങൾ എവിടെ പോയി നോക്കണം? ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് ബോർഡിൽ പോയി നോക്കണം. അത് നിങ്ങൾ എന്തായാലും നോക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ക്ലറിക്കൽ എററൊക്കെ വരാം. അപ്പം നിങ്ങൾ ഇൻറ്റേർണൽ മാർക്ക് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇത്ര പാസ്സായി ഇത്ര മാർക്ക് വാങ്ങി, നിങ്ങൾക്ക് ഒരു 40-ൽ ഒരു 35 മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളൊരു കാൽക്കുലേഷനിൽ 35, പക്ഷെ നിങ്ങൾ അവിടെ പോയി നോക്കിയില്ല എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അവിടെ ഈ ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ സാർ ഇപ്പോൾ 35 എഴുതുന്നതിന് പകരം അറിയാതെ 25 എഴുതി, നിങ്ങളെ 10 മാർക്ക് അവിടെ പോയി. നിങ്ങൾ അറിഞ്ഞില്ല. കാരണം നിങ്ങൾക്ക് അറിയാനും വേണ്ടി അവിടെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്. 2 ദിവസം അവിടെ നോട്ടീസ് ബോർഡിൽ നിങ്ങൾ പോയി കണ്ട് അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരെ ഫാക്കൽറ്റി അഡ്വൈസറെ പോയി കണ്ട് അതെന്ത് ചെയ്യണം? ക്ലാരിഫൈ ചെയ്യണം. അപ്പം നിങ്ങൾ നോക്കാത്തതിൻ്റെ തെറ്റുകൊണ്ടാണ് അത് അപ്ലോഡായി പോയത്. നിങ്ങൾ നോക്കിയിരുന്നെങ്കിൽ എന്താവില്ലായിരുന്നു? ആ മിസ്റ്റേക്ക് അവിടെ വരില്ലായിരുന്നു. അതുകൊണ്ടാണ് 2 ദിവസം നോട്ടീസ് ബോർഡിൽ ഇടണമെന്ന് യൂണിവേഴ്സിറ്റി പറഞ്ഞത്. അല്ലാതെ ടീച്ചറെ ഇഷ്ടത്തിന് കയറ്റി വിടാതിരിക്കാനും വേണ്ടിയിട്ടാണ് അതങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും എററുകൾ ഉണ്ടെങ്കിൽ പോയി പറയാനും വേണ്ടിയിട്ടാണ്. കൺസേൺ മസ്റ്റ് ബി അഡ്രസ്ഡ് ഇൻ ക്ലാസ് കമ്മിറ്റി മീറ്റിങ്ങിൽ എന്ത് ചെയ്യാം? കൺസേൺസ് എന്ത് ചെയ്യാം? അഡ്രസ്സ് ചെയ്യാം. സീനിയർ ഫാക്കൽറ്റി അഡ്വൈസർ കീപ് മിനിറ്റ്സ് ആൻഡ് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് അപ്രൂവ്ഡ് ബൈ HOD പ്രിൻസിപ്പൾ ആൻഡ് റെഡി ഫോർ ഓഡിറ്റ്. അത് അവർ ചെയ്തോളും, നമുക്ക് നോക്കണ്ട. ഈ സ്റ്റുഡൻറ്റ് റെക്കോർഡ് അവർ കീപ്പ് ഹാർഡ് കോപ്പീസ് ഓഫ് കൺസോൾഡേറ്റ് അറ്റൻഡൻസ്, മാർക്ക്, ആക്ടിവിറ്റി പോയിന്റ്സിൻ്റെ ഒക്കെ റെക്കോർഡ്സ് ആരുടെ കയ്യിലുണ്ടാവും? സീനിയർ ഫാക്കൽറ്റി അഡ്വൈസറെ കയ്യിൽ കീപ്പ് ചെയ്യണം എന്നാണ്. അപ്പോൾ അവർ കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഉണ്ടാക്കി വെക്കണം. അറ്റൻഡൻസ് ഉണ്ടാക്കണം, ഇന്റേണൽ മാർക്ക് ഉണ്ടാക്കണം, എന്നാലല്ലേ അവർ കീപ്പ് ചെയ്യാനുണ്ടാവുള്ളൂ. കീപ്പ് ചെയ്യാനുള്ള സാധനം നമ്മൾ ഉണ്ടാക്കണ്ടേ. HOD കീപ് ദീസ് റെക്കോർഡ് റെഡി ഫോർ ഇൻസ്പെക്ഷൻ. എപ്പോൾ വേണമെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഇൻസ്പെക്ഷൻ വരുമ്പോൾ അവരെടുത്ത് കൊടുക്കും. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രിൻസിപ്പൾസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, നമുക്ക് നോക്കേണ്ട കാര്യമില്ല. പ്രിൻസിപ്പൾ മസ്റ്റ് ഷെയർ ഓൾ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്, സർക്കുലർ, അക്കാദമിക് ഷെഡ്യൂൾ, HOD ആൻഡ് ഫാക്കൽറ്റി. SFA and FA must make sure student get timely information to complete academic activities. പ്രിൻസിപ്പൾ ചെയ്തോളും. ഓക്കെ, എന്നാലും പറഞ്ഞെന്നുള്ളൂ. ഇനി അറ്റൻഡൻസ്. യെസ്, ഇതാണ് നമുക്ക് വേണ്ട സാധനം. കോളേജിലൊക്കെ എത്തിയല്ലോ, ഇനി എത്ര ദിവസം നമുക്ക് സിനിമക്ക് പോവാം, ഇതൊക്കെ ആയിരിക്കുമല്ലോ ചിന്ത. അപ്പോൾ എത്ര അറ്റൻഡൻസ് നമുക്ക് വേണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഓരോ നീക്കവും. ഓക്കെ, അറ്റൻഡൻസ് പോവാതെ നോക്കുക. അറ്റൻഡൻസിൽ എന്തുണ്ട്? നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്, അപ്പോൾ അതും നോക്കണം. അറ്റൻഡൻസ് കുറയും തോറും മാർക്കും കുറയും. ഓക്കെ, 100% അറ്റൻഡൻസ് എക്സ്പെക്റ്റഡ്. യൂണിവേഴ്സിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നത് 100% അറ്റൻഡൻസ് ആണ്. ഇപ്പോൾ 100% അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിലും ആണെന്ന് ആലോചിക്കണേ, അല്ലാതെ എല്ലാ ദിവസവും ഓരോ സബ്ജക്റ്റിലും 100% അറ്റൻഡൻസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ യൂണിവേഴ്സിറ്റി എന്ത് പറയുന്നുണ്ട്? അപ് ടു 25% ലീവ് ഈസ് അലൗഡ് ഫോർ വാലിഡ് റീസൺസിന് 25% എന്തുണ്ട്? ലീവ് അലോ ചെയ്യുന്നുണ്ട്. അതായത് മിനിമം 75% റിക്വയർഡ് ടു അറ്റൻഡ് ദ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ. എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ, അതായത് യൂണിവേഴ്സിറ്റി എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾക്ക് 75% അറ്റൻഡൻസ് വേണം. അത് പണ്ടും അങ്ങനെ തന്നെയാണ്, ഇപ്പോൾ അങ്ങനെ തന്നെ, ഒരു മാറ്റമില്ല. 75% അറ്റൻഡൻസ് വേണം എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്.
അപ്പോൾ 75% അറ്റൻഡൻസ് വേണം നമ്മൾ പറഞ്ഞു. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്ത്, ആകെ മിനിമം ഒരു 65 ദിവസമെങ്കിലും ക്ലാസ് നടന്നാൽ മതി. ഈ 65 ദിവസത്തെ ക്ലാസ്സിൽ നിന്ന് 75% എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കുറേ ദിവസം കട്ട് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടില്ല, ഈ അറ്റൻഡൻസ് കിട്ടില്ല. നമുക്ക് എപ്പോഴും കാൽക്കുലേഷൻ വേണം. നമ്മൾ അറ്റൻഡൻസ് 75 താഴെ പോകാതിരിക്കാനുള്ള കാൽക്കുലേഷൻ കംപ്ലീറ്റ് നമ്മളെ കയ്യിൽ വേണം. അത് നിങ്ങളുടെ വെബ്സൈറ്റ്, ഓരോ കോളേജിനനുസരിച്ച് അവർക്കുള്ള വെബ്സൈറ്റ് ഉണ്ടാകും. വെബ്സൈറ്റിൽ അവർ അറ്റൻഡൻസ് റെഗുലർലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. പിന്നെ എക്സ്ട്രാ മെൻസ്ട്രൽ ലീവായിട്ട് 2% റിലാക്സേഷൻ ഉണ്ട്. ഈ ഗേൾസിനെ കിട്ടുള്ളൂ. എന്തുണ്ട്, 2% അവർക്ക് 73% അറ്റൻഡൻസ് മതി. ഗേൾസിന് 73% അറ്റൻഡൻസ് മതി. മെൻസ്ട്രൽ ലീവ് ഉണ്ട്. PWD സ്റ്റുഡൻസ്, അതായത് ഫിസിക്കൽ, അതായത് എന്താ പറയുക, ഡിസബിലിറ്റി ഉള്ള, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് 5% റിലാക്സേഷൻ ഉണ്ട്. അവർക്ക് എന്ത് മതി, 70% അറ്റൻഡൻസ് ഉള്ളൂ മാൻഡേറ്ററി ആയിട്ടുള്ളത്. ഓക്കെ. ഇത്ര ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പറ്റുള്ളൂ. അത്ര തന്നെ. അപ്പോൾ കോളേജ് മസ്റ്റ് ഇൻഫോം സ്റ്റുഡൻറ് റെഗുലർലി അബൌട്ട് ദെയർ അറ്റൻഡൻസ് സ്റ്റാറ്റസ് ടു ഹെൽപ്പ് ദം മേക്കപ്പ് ഷോർട്ട് ലിസ്റ്റ്. ഓക്കെ. Colleges must inform students regularly about their attendance status to help them make shortfalls. Yes. അതായത് കോളേജ് എന്തായിരിക്കണം, കുട്ടികളെ റെഗുലർലി അറിയിക്കണം. എന്ത്, നിങ്ങൾ അറ്റൻഡൻസ് കുറവാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്ത് കിട്ടണം, ചീത്തയും വിളിയൊക്കെ കിട്ടണം എന്നാണ് പറയുന്നത്. പ്രതീക്ഷിക്കണ്ട. ചില കോളേജിൽ ചിലപ്പോൾ പിന്നാലെ നടന്നിട്ട് ക്ലാസ് കയറാൻ പറയുമായിരിക്കും. എന്നാൽ ചില കോളേജിൽ ഇതൊക്കെ നമ്മളെ ഉത്തരവാദിത്തം. ഇത് സ്കൂളൊന്നുമല്ല, കോളേജാണ്. അപ്പോൾ നമ്മുടെ ആണ് ഇതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കിയും കണ്ടും എന്ത് ചെയ്യണം, അറ്റൻഡൻസ് ഉണ്ടാക്കുകയും ക്ലാസ് കയറുകയും. അങ്ങനെ ആരും നോക്കാനുണ്ടാവുന്ന നിർബന്ധമൊന്നുമില്ല. ഓക്കെ. ചില കോളേജുകളുണ്ടാവും, സ്കൂൾ പോലത്തെ ആക്ട് ചെയ്യുന്ന കോളേജുകളുണ്ടാവും. പക്ഷേ അതുപോലെ ആയിരിക്കില്ല. ഇപ്പോൾ ഗവൺമെൻറ് കോളേജുകളൊന്നും അങ്ങനെ ആവില്ല. എന്തായിരിക്കും, നമ്മളെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. നമുക്ക് അറ്റൻഡൻസ് വേണ്ടതും നമ്മൾ പാസ്സാവുന്നതും നമ്മൾ രക്ഷപ്പെടേണ്ടതും നമ്മുടെ ആവശ്യമാണ്. അന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ട് വേണം നിൽക്കാനും. ഓക്കെ. ഇനി കണ്ടോണേഷൻ ഫോർ അറ്റൻഡൻസ് ഷോർട്ടേജ്. അറ്റൻഡൻസ് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ 75% താഴെ പോയി, അല്ലെങ്കിൽ ഗേൾസിന് 73% താഴെ പോയി, അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇഫ് അറ്റൻഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ 60% ആൻഡ് ലെസ് ദാൻ 75, 60%-ൻ്റെ 75%-ൻ്റെ ഇടയിലാണ് ഒരാൾ അറ്റൻഡൻസ് ഇരിക്കുന്നെങ്കിൽ കണ്ടോണേഷൻ മേ ബി ഗിവൺ ഫോർ എക്സെപ്ഷണൽ കേസ്. അതായത് മെഡിക്കലോ എമർജൻസി കേസുകൾ, മെഡിക്കൽ എമർജൻസി അങ്ങനെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും എക്സെപ്ഷണൽ കേസുകളിൽ 60 മുതൽ 75%-ൻ്റെ ഇടയിലാണ് ഒരാൾ നിൽക്കുന്നെങ്കിൽ അവന് കണ്ടോണേഷൻ കൊടുക്കാം. അപ്പോൾ അവൻ എന്ത് കൊടുക്കേണ്ടി വരും? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. ഓക്കെ. അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി തരുള്ളൂ. ഇതെന്താണ്? അലൗഡ് ഫോർ എനി 2 സെമസ്റ്റർ ഓൺലി ഡ്യൂറിങ് ദ പ്രോഗ്രാം. ഇങ്ങനെ എല്ലാ സെമ്മിലും ചെയ്യാൻ പറ്റില്ല. ആകെ ടോട്ടൽ 8 സെമസ്റ്ററിൻ്റെ ഇടയിൽ 2 വട്ടം അങ്ങനെ ചെയ്യാം. ഓക്കെ. അതും ഇപ്പോൾ ഫസ്റ്റ് സെമ്മിൽ നമുക്ക് ഇങ്ങനെ വന്ന് സെക്കൻഡ് സെമ്മിൽ തന്നെ പിന്നെയും തരുമെന്നൊന്നും ഉറപ്പില്ല. കോളേജും ഇതരാണ് ഇതാക്കുക. കണ്ടോണേഷൻ ഫീ അപ്ലൈ പെർ കോഴ്സസ് ആസ് ഫിക്സ്ഡ് ബൈ ദ യൂണിവേഴ്സിറ്റി. അതിനെന്തുണ്ട്? ഒരു ഫീസ് യൂണിവേഴ്സിറ്റി വാങ്ങിക്കുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ എന്താ പറഞ്ഞത്? 60% മുകളിൽ മാർക്കും 75-ൻ്റെ താഴെയും വരുന്ന സമയത്ത് എന്താണ് പറയുന്നത്? നമുക്ക് എക്സെപ്ഷണൽ കേസിൽ കണ്ടോണേഷൻ അടക്കാം. മൊത്തം ബിടെക് പ്രോഗ്രാമിൽ 8 സെമസ്റ്ററിൻ്റെ ഇടയിൽ 2 വട്ടം അത് പറ്റുള്ളൂ. അതിലെന്തുണ്ടാവും? ഫീസും ഉണ്ടാവും. ഓരോ കോഴ്സിനും ഫീസ് ഉണ്ടാവും. ഓരോ കോഴ്സിനും ഫീസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെമസ്റ്ററിൽ 6 കോഴ്സ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലുമൊക്കെ 6 പോയിക്കണമെങ്കിൽ 6 എണ്ണത്തിന് നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും? ഫീസ് അടക്കേണ്ടി വരും. ഓക്കെ. ആരാണ്? പ്രിൻസിപ്പള് അതിൻ്റെ എല്ലാ റെക്കോർഡ്സുകളും കീപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതൊക്കെ പ്രിൻസിപ്പളാണ് തീരുമാനിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. നിങ്ങൾക്ക് തരണോ വേണ്ടതെന്നൊക്കെ പ്രിൻസിപ്പൾ തീരുമാനിക്കും. കാരണം പ്രിൻസിപ്പളാണ് ഇതിൻ്റെ എല്ലാ റെക്കോർഡുകളും കീപ്പ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇതിപ്പോൾ മെഡിക്കൽ എമർജൻസി ആയിട്ടുള്ള, അപ്പോൾ ഇനി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ അറ്റൻഡൻസ് പോകാം. കാരണം നമുക്ക് ക്ലാസ് മാത്രമല്ല, അത് കോളേജാണ്. കോളേജിൽ പലതരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ ഉണ്ടാവും, പല കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ കരിക്കുലറായിട്ട് ചെയ്യണം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്ത് പോകും? അറ്റൻഡൻസ് പോകും. കാരണം ക്ലാസ് കയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവില്ല. നമ്മൾ അവിടെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ടാവും, നമ്മൾ ക്ലാസ് കയറിയിട്ട് പ്രോഗ്രാമിന് പോകാൻ പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് കട്ട് ചെയ്തിട്ട്, ക്ലാസ് കട്ട് ചെയ്തിട്ട് പ്രോഗ്രാമിന് പോകും.
ഓക്കെ, അപ്പോൾ അതിനൊക്കെ എന്താണ് യൂണിവേഴ്സിറ്റി പറയുന്നത് നോക്കാം. ഡ്യൂട്ടി ലീവ്, പാർട്ടിസിപ്പേഷൻ ഇൻ ഒഫീഷ്യൽ ഇവൻറ്റ്സ്. ഒഫീഷ്യൽ ഇവൻറ്റ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് കിട്ടും? ഡ്യൂട്ടി ലീവ് കിട്ടും. ഓക്കെ, ഡ്യൂട്ടി ലീവ് കിട്ടും ഒഫീഷ്യൽ ഇവൻറ്റ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. എക്സ്ട്രാ 10% അറ്റൻഡൻസ് റിലാക്സേഷൻ ഫോർ സ്റ്റുഡൻസ് റെപ്രസെൻറ്റിംഗ് കോളേജ് ഓർ സോൺ ഇൻ ഒഫീഷ്യൽ കോമ്പറ്റീഷൻ, സ്പോർട്സ് ഓർ ചാമ്പ്യൻഷിപ്പ്. ഇത് സ്പോർട്സ് അങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള യൂണിവേഴ്സിറ്റിൻ്റെ ഒഫീഷ്യൽ കോമ്പറ്റീഷൻസ് ആയ സ്പോർട്സിന്, ചാമ്പ്യൻഷിപ്പിനൊക്കെ നമുക്ക് പോകുന്നതിന് കോളേജ് തലത്തിലോ അല്ലെങ്കിൽ സോണൽ തലത്തിലോ പോകുന്നതിന് നമുക്ക് എന്ത് കിട്ടും? 10%. ഇത്ര 10% അറ്റൻഡൻസിൻ്റെ എന്ത് കിട്ടും? റിലാക്സേഷൻ കിട്ടും. ഓക്കെ, അവരെന്ത് ചെയ്യണം? മസ്റ്റ് സബ്മിറ്റ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. സ്പോർട്സ് ആണെങ്കിൽ സൈൻ ബൈ യൂണിവേഴ്സിറ്റി ഓഫ് സ്പോർട്സ് കോർഡിനേറ്റർ ഓർ ഡയറക്ടർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്തായിരിക്കണം? സൈൻ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അതർ ആക്ടിവിറ്റി സൈൻ ബൈ ഇവൻറ്റ് ഓഫീസറോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഡീനോ ആര് സൈൻ ചെയ്തിരിക്കണം. കോളേജ് ലെവൽ ഇവൻ്റ് ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് കൗണ്ട് സൈൻ ബൈ കോളേജ് യൂണിയൻ അഡ്വൈസർ എന്തായിരിക്കണം? അത് സൈൻ ചെയ്തിരിക്കണം. ഈ സർട്ടിഫിക്കറ്റ് മസ്റ്റ് റീച്ച് പ്രിൻസിപ്പൽ വിത്തിൻ 10 days ഓഫ് ഇവൻറ്റ് വിത്ത് SFA, HOD ആൻഡ് ഡീൻ റെക്കമെൻഡേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്പോർട്സ് നടന്നു, അത് നടന്ന് നമുക്ക് അതിൻ്റെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ 10 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സീനിയർ ഫാക്കൽറ്റി അഡ്വൈസറിന് ഇത് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഈ സീനിയർ 10 ദിവസത്തിനുള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണമെന്നല്ല, നമ്മൾ മുന്നേ സബ്മിറ്റ് ചെയ്യണം. ഈ സീനിയർ ഫാക്കൽറ്റി അഡ്വൈസർ അത് പ്രിൻസിപ്പാളിന് 10 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ സീനിയർ ഫാക്കൽറ്റി അഡ്വൈസർ 10 ദിവസത്തിനുള്ളിൽ അവിടെ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര ദിവസം മുന്നേ കൊണ്ടേ കൊടുക്കണം? മിനിമം ഒരു 5 ദിവസത്തിനുള്ളിലെങ്കിലും കൊണ്ടേ കൊടുത്താലല്ലേ ഇത് അപ്പുറത്ത് അവിടെ എത്തണ്ടേ? സീനിയർ ഫാക്കൽറ്റി അഡ്വൈസർ HOD കൊടുത്ത് HOD പ്രിൻസിപ്പാളിന് എത്തി, അതിൻ്റെ ഇടയിൽ സേറെങ്ങാനും ലീവ് ആണെങ്കിൽ അത്രയും ദിവസം അത് കിട്ടാതെയായി. അതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പരിപാടി ചെയ്യുക, സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഉടനെ കൊടുക്കുക. ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ അറിയിക്കുക, ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ട്, ഇത് ഇങ്ങനെയാണെന്നൊക്കെ അറിയിക്കുക. ഇതിനൊന്നും ടീച്ചർ എന്ത് വിചാരിക്കും? അങ്ങനെയൊന്നും ഇല്ല. ഇങ്ങനെ സംഭവം ഉണ്ട്, നിങ്ങൾക്ക് അതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ച കള്ള സർട്ടിഫിക്കറ്റ് അല്ലാത്ത കാര്യമായിട്ടോ പറയുന്നത്, ഒറിജിനലി നിങ്ങൾക്ക് അങ്ങനത്തെ അവകാശം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് നിങ്ങൾക്ക് അത് കിട്ടാൻ വൈകുകയാണെങ്കിൽ അത് പോയി പറയുക. ഇങ്ങനെ ആരും പേടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. മിസ്സിനോട് ഇങ്ങനെ പറയാം, വളരെ പൊളൈറ്റായിട്ട് പറയാം. അതിങ്ങനെ സാധനങ്ങളൊക്കെ നൈസായിട്ട് ഡീൽ ചെയ്യുക. ഓക്കെ, അത് ഒരു രീതിയിൽ പറഞ്ഞിട്ട് മനസ്സിലാക്കുക, ഇങ്ങനെ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സാധനം വരുന്ന ദിവസം തന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ലേറ്റ് അപ്ലിക്കേഷൻ എന്തല്ല കേട്ടോ? ലേറ്റ് അപ്ലിക്കേഷൻ ഈസ് നോട്ട് അക്സെപ്റ്റഡ്. ലേറ്റ് അപ്ലിക്കേഷൻ അല്ല, അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. റിലാക്സേഷൻ ഈസ് ഗ്യാരൻറ്റീഡ് ഓൺലി അറ്റ് സെമസ്റ്റർ എൻഡ്. ഈ റിലാക്സേഷൻ കിട്ടൽ ഇപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കൊടുത്തെന്ന് മേടിച്ചിട്ട് അപ്പം തന്നെ കിട്ടില്ല, ഈ സെമസ്റ്ററിൻ്റെ എൻഡിലാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ സെമസ്റ്ററിൻ്റെ എൻഡിലാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത് അപ്രൂവ് ആവണം. ആ സമയത്ത് നിങ്ങൾക്ക് എന്തില്ല, ഈ പോയത് കാരണം നമുക്ക് എന്ത് കുറഞ്ഞു പോയി, നമ്മുടെ അറ്റൻഡൻസ് കുറഞ്ഞു പോയാലേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെന്താണ്? ഡ്യൂട്ടി ലീവ് ഓർഗനൈസിങ് എക്സ്ട്രാ ഓർ കോ കരിക്കുലം ആക്ടിവിറ്റീസ് കാരണം ഉണ്ടാകുന്ന ഡ്യൂട്ടി ലീവ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? 10% തന്നെയാണ്. 10% അറ്റൻഡൻസ് റിലാക്സേഷൻ ഫോർ കോളേജ് ഓർ യൂണിവേഴ്സിറ്റി യൂണിയൻ മെമ്പർ ഓർഗനൈസിങ് ഇവൻറ്റ്. അതായത് കോളേജ് യൂണിയനൊക്കെ നടത്തുന്ന പരിപാടിയിലും നമുക്ക് എന്ത് കിട്ടും? 10% അറ്റൻഡൻസ് റിലാക്സേഷൻ കിട്ടും. ഡ്യൂട്ടി ലീവാണ്, നമ്മൾ അതിൻ്റെ ഏതെങ്കിലും ഡ്യൂട്ടിയോ കാര്യങ്ങളും ചെയ്യുന്നതിന് തന്നെ കിട്ടുള്ളൂ. വെറുതെ പോയി പരിപാടി കാണുന്നതിനൊന്നും എന്ത് കിട്ടില്ല? ഡ്യൂട്ടി ലീവ് കിട്ടില്ല. ഓക്കെ, നമ്മളതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ടോ നമ്മളവിടെ വേണമെന്നുള്ള ഒരു പരിപാടിയാണെങ്കിലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഡ്യൂട്ടി ലീവ് കിട്ടുള്ളൂ. ഒന്നല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഓർഗനൈസർ ടീമിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ ടീമിലുണ്ടായിരിക്കണം. ഓർഗനൈസിങ്ങിലാണ് മെയിനായിട്ട് പറയുന്നത്. ഫോർ യൂണിവേഴ്സിറ്റി ഇവൻറ്റിന് ഡോക്യുമെൻറ്റ് സൈൻ ബൈ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഓർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഓർ ഇവൻറ്റ് ഓഫീസർ ആയിരിക്കും സൈൻ ചെയ്യേണ്ടത്. ഫോർ കോളേജ് ഇവൻറ്റിന് സൈനഡ് ബൈ കോളേജ് യൂണിയൻ അഡ്വൈസർ ആയിരിക്കും. ഓക്കെ, സബ്മിറ്റ് സർട്ടിഫിക്കറ്റ് വിത്ത് SFA, HOD, ഡീൻ വിത്തിൻ 10 ദിവസം. സെയിം റൂൾ തന്നെയാണ്. ലേറ്റ് അപ്ലിക്കേഷൻ നോട്ട് അക്സെപ്റ്റഡ്. റിലാക്സേഷൻ ഗിവൻ ഓൺലി അറ്റ് സെമസ്റ്റർ എൻഡ്. സെയിം റൂൾ തന്നെയാണ്. ആരാണ് സൈൻ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നെയാണ്. അടുത്ത് സ്പെഷ്യൽ ലീവ്സ് ഫോർ ഇൻ്റർനാഷണൽ ഓർ നാഷണൽ റെപ്രസെൻറ്റേഷൻ. നമ്മൾ നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ റെപ്രസെൻറ്റേഷനായിട്ട് പോകും, ആരെങ്കിലുമൊക്കെ പോകും. എല്ലാവരും കൂടി പോവില്ലായിരിക്കും, എന്നാലും ഒരു ക്ലാസ്സിൽ നിന്ന് ഒരാളോ 2 ആളോ
അങ്ങനെയൊക്കെ കുറേ ആൾക്കാർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ, നിങ്ങളും അതിൽ പെടാം, നിങ്ങൾ അതിൽ പെടണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവർക്കും ലീവ് ഉണ്ട്. യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് ഇന്റർനാഷണൽ ഇവൻറ്റ്സിന് അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ പരേഡ്. ഇപ്പോൾ റിപ്പബ്ലിക് ഡേ പരേഡാണ്, നിങ്ങളടുത്തൊരു NCC കേഡർ ആണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾക്ക് അങ്ങോട്ടൊരു ഇവന്റിന് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ദിവസങ്ങളൊന്നും, നിങ്ങളിപ്പോൾ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ പരേഡിന് പോയി, ഇപ്പോൾ തലസ്ഥാനത്തുള്ള പരേഡിന് പോയി, അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എന്താവുന്നില്ല, നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതിന് എന്തുണ്ടാവും, ആദ്യം ട്രെയിനിങ് ഉണ്ടാവും, റിഹേഴ്സൽ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്താണ് ലീവ് പോവാണ്, മീൻസ് ലീവായി പോവാണ്, നമ്മളെ ക്ലാസ് കയറാൻ പറ്റുന്നില്ല. ആ സമയത്ത് എന്താണെന്നാണ് പറയുന്നത്, ഇന്റർ യൂണിവേഴ്സിറ്റി ഓർ നാഷണൽ ഓർ ഇന്റർനാഷണൽ ടൂർണമെന്റ്സ് ഇൻക്ലൂഡിങ് കോച്ചിങ് ക്യാമ്പ്, ട്രാവല്, പ്രിയർ പെർമിഷൻ ഫ്രം പ്രിൻസിപ്പാൾ, യൂണിവേഴ്സിറ്റി ഇവൻറ്റ്സ് കോർഡിനേറ്റർ ഈസ് മാൻഡേറ്ററി. ആദ്യം പ്രിൻസിപ്പാളിൻ്റെ അടുത്തൊന്നും അത് പറയാതൊന്നും പോകരുത്, പ്രിൻസിപ്പാളിൻ്റെ അടുത്തൊന്നും പിന്നെ ആരായിരുന്നു യൂണിവേഴ്സിറ്റി ഇവൻറ്റ് കോർഡിനേറ്റർ അടുത്തുനിന്നൊക്കെ എന്ത് കിട്ടണം, മുന്നേ തന്നെ നമ്മൾ പെർമിഷൻ എടുത്തിരിക്കണം. എന്നിട്ട് സബ്മിറ്റ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് സൈനഡ് ബൈ യൂണിവേഴ്സിറ്റി ഇവൻറ്റ് കോർഡിനേറ്റർ വിത്തിൻ 10 days, 10 ദിവസത്തിനുള്ളിൽ സൈൻ ചെയ്യുക, കൊടുക്കുക. പ്രിൻസിപ്പൾ എന്ത് ചെയ്തോളും, അതെന്ത് ചെയ്തോളും, കീപ്പ് ചെയ്തോളും. മിക്സ്ഡ് എക്സാം ഡ്യൂ ടു നാഷണൽ ഓർ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്തത് കാരണം നമ്മൾ എന്ത് പോയി, എക്സാം മിസ്സായി പോയി. ഓക്കെ, അതായത് ഇപ്പം നമുക്ക് വലിയൊരു സ്പോർട്സ് ഏഷ്യൻ ഗെയിംസിൽ കളിക്കാൻ നമ്മളെ ആർക്കെങ്കിലുമൊക്കെ പറ്റിയെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നാഷണൽ ഗെയിംസിൽ കളിക്കാൻ പറ്റിയെന്ന് വിചാരിക്കും. അപ്പം നമുക്ക് അത്രയും ദിവസം പോവുകയാണ്, ആ ദിവസത്തിലാണ് എക്സാം നടക്കുമ്പോൾ നമുക്ക് എക്സാം എഴുതുമോ അതോ ഇത് എഴുതും, നമ്മൾ ആ സ്പോർട്സ് ഇവൻറ്റ്സിലായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് ഇഫ് പാർട്ടിസിപ്പേഷൻ ഇൻ നാഷണൽ ഓർ ഇൻ്റർനാഷണൽ ഇവൻറ്റ് ഓർ റിപ്പബ്ലിക് ഡേ പരേഡ് ക്ലാഷസ് വിത്ത് എൻ സെമസ്റ്റർ എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം വെച്ചിട്ട് ക്ലാഷ് ആയി കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് അവൈലബിൾ എക്സാം വിൽ ബി ട്രീറ്റഡ് ആസ് ദ സ്റ്റുഡൻറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ്. അതായത് നമുക്ക് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിലും അടുത്ത വരുന്ന, നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത് വരുന്ന ഈ അവൈലബിൾ എക്സാം, ഓക്കെ, ചിലപ്പോൾ അത് അടുത്ത വർഷമായിരിക്കും, അടുത്ത സെമ്മിൽ തന്നെ എക്സാം നടന്നില്ലെങ്കിൽ പോലും ഇനി എന്നാണോ ആ സബ്ജക്റ്റിൻ്റെ എക്സാം നടക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് കണക്കാക്കാന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞത്. ഓക്കെ, ഇനി അസസ്മെൻസുകൾ. ഓക്കെ, ജനറൽ എൻഡ് സെമസ്റ്റർ എക്സാം റൂൾസ് എന്താ നോക്കാം. അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ റൂളുകൾ എന്താണ് പറയുന്നത്, എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻസ് ആർ കണ്ടക്റ്റഡ് എവരി സെമസ്റ്റർ ഫോർ ഓൾ പ്രിസ്ക്രൈബ്ഡ് കോഴ്സ്. എല്ലാ കോഴ്സിൻ്റെയും എന്തുണ്ടാവും, എക്സാമുകൾ എല്ലാ സെമസ്റ്ററിലും നടക്കും. മീൻസ് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി എക്സാംസ് എവിടെ എടുക്കും, എവരി സെമസ്റ്റർ ഫോർ ഓൾ പ്രിസ്ക്രൈബ്ഡ് കോഴ്സ്. എല്ലാ കോഴ്സിൻ്റെ എക്സാമുകളും എല്ലാ സെമസ്റ്ററിലും നടക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, സ്റ്റുഡൻറ് ക്യാൻ ഡിഫർ ആൻഡ് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ടു ദ നെക്സ്റ്റ് സെമസ്റ്റർ എക്സെപ്റ്റ് ഫോർ ദ 8th സെമസ്റ്റർ. അതായത് ഇപ്പം നിങ്ങൾ S1 പഠിക്കുകയാണ്, ഇപ്പം നിങ്ങൾ S1 പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ആ സെമ്മിൽ തന്നെ എഴുതാം, അല്ലെങ്കിൽ S2 എഴുതാം. അതായത് ഫോളോയിങ് സെമസ്റ്ററിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഫർ ചെയ്യാം, അതായത് മാറ്റി വെക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി പണ്ടില്ലായിരുന്നു, ഇപ്പം അതെന്തുണ്ട്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ എലിജിബിലിറ്റി ഒക്കെ ഓക്കെയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെമസ്റ്ററിൽ എഴുതാതെ അടുത്ത സെമസ്റ്ററിൽ എഴുതാൻ പറ്റും. അതായത് എല്ലാ സെമസ്റ്ററിലും എല്ലാ എക്സാമുകളും നടത്തും എന്നാണ് ആദ്യം പറഞ്ഞത്. ആർ കണ്ടക്റ്റഡ് എവരി സെമസ്റ്റർ ഫോർ ഓൾ പ്രിസ്ക്രൈബ്ഡ് കോഴ്സസ്. എല്ലാ പ്രിസ്ക്രൈബ്ഡ് കോഴ്സിൻ്റെ എക്സാമുകളും എല്ലാ സെമസ്റ്ററിലും നടത്തും. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻറ് കാൻ ഡിഫർ ആൻഡ് ESA ടു ദ നെക്സ്റ്റ് സെമസ്റ്റർ എക്സെപ്റ്റ് ഫോർ 8th സെമസ്റ്ററിൽ അത് പറ്റില്ല, പിന്നെ മാറ്റി വെക്കാം. ഇപ്പോൾ 7th സെമസ്റ്ററിൽ വേണമെങ്കിൽ 8th സെമസ്റ്ററിലോട്ട് മാറ്റി വെക്കാം. 8 കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ, അതുകൊണ്ട് അവിടെ പറ്റില്ല. ബാക്കിയുള്ളതൊക്കെ എന്താണ്, നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെക്കാം. പക്ഷെ അതൊന്നും ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയാം. അതിൻ്റെ കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ അത് തീർന്നു പോകും. നമ്മൾ എന്താണ് വെറുതെ എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോയി കുന്നുകൂട്ടി വെക്കുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ. സെമസ്റ്റർ ക്ലാസ്സസ് മസ്റ്റ് ഫിനിഷ് അറ്റ്ലീസ്റ്റ് 10 days ബിഫോർ എൻഡ് സെമസ്റ്റർ എക്സാമിൻ്റെ 10 ദിവസം മുന്നേ എന്ത് ചെയ്യിക്കണം, സെമസ്റ്റർ ക്ലാസ് എൻഡ് ചെയ്തിരിക്കണം എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. നല്ല പോയിൻ്റാണ്. മസ്റ്റ് 10 ദിവസം മുന്നേ എന്താക്കണം, ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. 10 ദിവസം നമുക്ക് എന്ത് കിട്ടും, പഠിക്കാൻ സമയം കിട്ടും എന്നർത്ഥം.
വാലുവേഷൻ ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് മാനേജ്മെൻറ്റ് കോഴ്സ് ഈസ് ഡൺ അറ്റ് ദ കോളേജ് ലെവലിലായിരിക്കും ഏത് ഹ്യൂമാനിറ്റീസ് ആൻഡ് മാനേജ്മെൻറ്റ് കോഴ്സിൻ്റെ എന്ത് നടക്കുക, വാലുവേഷൻ നടക്കുക. എക്സെപ്റ്റ് എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ്. എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ് ഒഴികെ ബാക്കി എല്ലാ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളും കോളേജ് ലെവലേ ഉണ്ടാവുള്ളൂ. ഇത് യൂണിവേഴ്സിറ്റി വാല്യുവേഷൻ ആയിരിക്കില്ല. പക്ഷേ എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ് എന്താണ്, സെൻട്രലി വാല്യൂഡ് ആണ്. യൂണിവേഴ്സിറ്റി ആയിരിക്കും, യൂണിവേഴ്സിറ്റി ക്യാമ്പ് ലെവലിലായിരിക്കും എന്തുണ്ടാവുക, വാല്യുവേഷൻ നടക്കുക. മറ്റേ നിങ്ങളെ കോളേജത്തെ സാറുമാർ തന്നെ ആയിരിക്കും വാല്യൂ ചെയ്യുക. ഇഫ് എ കോഴ്സ് സിലബസ് ഈസ് റിവൈസ്, സ്റ്റുഡൻറ് attempting supplementary exam can write under the old syllabus for 2 attempts. After that they must follow the new syllabus. അതായത് നമ്മളിപ്പോൾ ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ എന്തായി, നമ്മൾ ആ സബ്ജക്റ്റ് തോറ്റുപോയി. പക്ഷേ അടുത്ത സെം വന്നപ്പോൾ നിങ്ങളെ ജൂനിയേഴ്സ് വന്ന സമയത്ത് എന്ത് ചെയ്തു, ഈ സിലബസ് എന്ത് ചെയ്തു, അപ്ഡേറ്റ് ആയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 തവണ കൂടി എന്ത് ചെയ്യാം, നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള സിലബസിൽ എക്സാം എഴുതാം. ആ 2 തവണ എഴുതിയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പുതിയ സിലബസിൽ എന്ത് ചെയ്യണം, എക്സാം എഴുതണം എന്നാണ് പറഞ്ഞത്. ഇഫ് എ കോഴ്സ് സിലബസ് റിവൈസ് ചെയ്തു, സ്റ്റുഡൻറ് അറ്റംപ്റ്റിംഗ് സപ്ലിമെൻ്ററി എക്സാം ക്യാൻ റൈറ്റ് അണ്ടർ ദ ഓൾഡ് സിലബസ് ഫോർ 2 അറ്റംപ്റ്റ്. അതായത് പഴയ സിലബസിൽ നിങ്ങൾക്ക് 2 അറ്റംപ്റ്റ് വരെ എഴുതാം. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ദ ന്യൂ സിലബസിനെ ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോർമലി എഴുതി, പിന്നെ 2 തവണ കൂടി നമുക്ക് ആ സിലബസ് തന്നെ എന്ത് കിട്ടും, ചാൻസ് കിട്ടും. പിന്നെ സിലബസ് എങ്ങാനും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി പുതിയ സിലബസിൻ്റെ സാധനം പഠിച്ചിട്ട് എഴുതേണ്ടി വരും എന്നർത്ഥം. ഇനി ഇവാലുവേഷൻ സ്കീമാണ്. എവരി കോഴ്സ് ഈസ് ഇവാലുവേറ്റഡ് ബൈ കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ. എല്ലാത്തിനും ഇൻറ്റേർണൽ മാർക്ക് ഉണ്ട് എന്നർത്ഥം. ആൻഡ് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ. എവരി കോഴ്സ് ഈസ് ഇവാലുവേറ്റഡ് ബൈ CIE ആൻഡ് ESC. ഓക്കെ, അതായത് കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷനും എൻഡ് സെമസ്റ്റർ എക്സാമിനേഷനും ഉണ്ടാകും, അൺലെസ് സ്പെസിഫൈഡ് അതർവൈസ്. അതായത് ഇങ്ങനെ സ്പെസിഫൈ ചെയ്യാത്ത സബ്ജക്റ്റിന് ഉണ്ടാവില്ല, അല്ലാതെ എല്ലാ സബ്ജക്റ്റിനും എന്തുണ്ടാവും, ഇങ്ങനെ അല്ലാത്ത സബ്ജക്റ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, സ്പെസിഫൈ ചെയ്യും. ബാക്കി എല്ലാത്തിനും എന്തുണ്ടാവും, കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷനും ഉണ്ടാവും, എന്തും ഉണ്ടാവും, എൻഡ് സെമസ്റ്റർ എക്സാമിനേഷനും ഉണ്ടാവും. അപ്പോൾ ഒരു തിയറി കോഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:3. അപ്പോൾ നിങ്ങൾക്കൊരു 100 മാർക്കിനായിരുന്നു ഇപ്പോൾ ടോട്ടൽ മാർക്ക്, നിങ്ങളുടെ ഒരു ടോട്ടൽ മാർക്ക് 100 മാർക്കാണ്. ഓക്കെ, പണ്ട് 150 2015 സ്കീമിനൊക്കെ അത് 150. 2019 അത് തന്നെയാണ്. അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 100 മാർക്ക് യൂണിവേഴ്സിറ്റി എക്സാമും 50 മാർക്ക് എന്തായിരുന്നു, ഇൻറ്റേർണൽ മാർക്കായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ടോട്ടൽ 100 മാർക്കുള്ളൂ. അതിൻ്റെ 2:3 റേഷ്യോയിലായിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു തിയറി കോഴ്സൊക്കെ ആണെങ്കിൽ 40-60 മാർക്കിനായിരിക്കും. 40 മാർക്ക് ഇൻറ്റേർണലും 60 മാർക്ക് യൂണിവേഴ്സിറ്റിക്കും ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു PBL കോഴ്സ്, അതായത് പ്രൊജക്റ്റഡ് ബേസ്ഡ് ലേണിംഗ് ആണ്, നിങ്ങൾ നേരെ തിരിച്ചിടും. അതായത് 60 മാർക്ക് ഇൻറ്റേർണലും 40 മാർക്ക് എക്സ്റ്റേണൽ ആയിരിക്കും. അതായത് ഇൻറ്റേർണലിനാണ് മാർക്ക് കൂടുതൽ. അപ്പോൾ അവിടെ നല്ല മാർക്ക് കിട്ടണമെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളെ സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ 2019 സ്കീമുള്ളവർക്ക് 100ഉം 50ഉമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എക്സ്റ്റേണലിൽ മാർക്ക് വാങ്ങിയിട്ട് എന്ത് ചെയ്യാം, മാർക്ക് കൂട്ടാം, ഗ്രേഡ് കൂട്ടാം. കാരണം ഇവിടെ കോളേജിൽ കുറച്ചൊക്കെ കച്ചറ കളിച്ച് നടന്നു കഴിഞ്ഞാലും എന്തുണ്ട്, ഇവിടെ കുറച്ച് മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിടിക്കാനുള്ളൊരു അവസരമുണ്ട്. ഇത് നോക്ക്, നിങ്ങൾക്ക് കണ്ടോ യൂണിവേഴ്സിറ്റിൻ്റെ ഏകദേശം അടുത്താ 40-60 മാർക്കാണ്. അതായത് ഇൻറ്റേർണൽ മാർക്കുമ്പോൾ പിടിച്ചാൽ തന്നെ, ഇത് പാസ്സായാൽ തന്നെ നിങ്ങൾക്ക് നല്ല ഗ്രേഡ് കിട്ടും. ഇൻറ്റേർണൽ മാർക്ക് പിടിക്കാൻ നോക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് പ്രൊജക്റ്റ് ബേസ്ഡ് ലേണിംഗിൽ ഇൻറ്റേർണൽ മാർക്ക് 60-40 റേഞ്ചിലാണ് വരിക. HMC കോഴ്സുകളാണെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് ആ ടൈപ്പ് കോഴ്സുകളാണെങ്കിൽ 50-50 വരിക. അതായത് ലാബ് കോഴ്സുകളും 50-50 ആണ് വരുന്നത്. പ്രൊജക്റ്റ്, ഇൻറ്റേൺഷിപ്പ്, സെമിനാറിനൊക്കെ എന്താണ്, ഇൻറ്റേർണൽ വാല്യുവേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി CI കവർ ഡെയിലി വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ മാർക്ക് എന്തൊക്കെയാണ് നോക്കുന്നത്, നമ്മുടെ ഓരോ ദിവസത്തെ വർക്ക്, ടെസ്റ്റുകൾ ഇടും, അസൈൻമെൻറ്റ് ഉണ്ടാവും, പ്രൊജക്റ്റ് ഉണ്ടാവും, MCQs ഉണ്ടാവും, ക്വിസസ് ഉണ്ടാവും, ആൻഡ് അതർ ടാസ്ക് ആസ് ഡീറ്റെയിൽഡ് ഇൻ ദ സിലബസ് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ടാസ്കുകളൊക്കെ ഉണ്ടാവും. ഓരോ സബ്ജക്റ്റിനും സിലബസ് ഉണ്ടാവും. സിലബസ് നോക്കിയാൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, ഏത് ബുക്കാണ് യൂണിവേഴ്സിറ്റി റെഫർ ചെയ്യാൻ പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ.
നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്റേണൽ റിട്ടേൺ എക്സാംസ് ആർ 2 മണിക്കൂറും 40 മിനിറ്റിൻ്റെ ഇന്റേണൽ എക്സാംസ് ആണ് ഉണ്ടാവുക. ഓക്കെ, 2 മണിക്കൂറും 40 മിനിറ്റിൻ്റെ ഇന്റേണൽ എക്സാം ആണ് ഉണ്ടാവുക. സോറി ഇന്റേണൽ റിട്ടേൺ എക്സാം എന്താണ്? 2 മണിക്കൂറിൻ്റെ എക്സാം 40 മാർക്കിന്. യെസ്, അതായത് 2 മണിക്കൂർ 40 മാർക്കിന് എന്നുള്ള രീതിയിലായിരിക്കും എന്തുണ്ടാവുക? ഇന്റേണൽ എക്സാം ഉണ്ടാവുക. ഇഫ് 2 ഇന്റേണൽസ് ആർ കണ്ടക്റ്റഡ് ഈച്ച് കവർ 50% ഓഫ് ദ സിലബസ്. അതായത് ഇങ്ങനത്തെ 2 ഇന്റേണൽ എക്സാം നടത്തും. 40 മാർക്കിന് 2 ഇന്റേണൽ എക്സാം നടത്തും. ഓക്കെ, 2 മണിക്കൂർ വെച്ചിട്ടുള്ള അത് ഇപ്പോൾ ഫസ്റ്റ് ഇന്റേണൽ നടക്കും, പിന്നെ ആദ്യത്തെ ഒന്നാമത്തെ 2ാമത്തെ മൊഡ്യൂൾ പഠിപ്പിച്ചതിന് ശേഷം ആദ്യത്തെ ഇന്റേണൽ നടക്കും, പിന്നെ 3ാമത്തെ 4ാമത്തെ മൊഡ്യൂൾ പഠിപ്പിച്ചതിന് ശേഷം അടുത്ത ഇന്റേണൽ നടക്കും. ഓക്കെ, ഓരോന്ന് 40 മാർക്കിനായിരിക്കും ഉണ്ടാകുന്നത്. ഇതിലെന്താണ്? റീടെസ്റ്റുകൾ അലൗഡ് ആണ് ഫോർ വാലിഡ് റീസൺ ആൻഡ് ഷുഡ് ബി കണ്ടക്റ്റഡ് വിത്തിൻ എ വീക്ക് ഇഫ് പോസിബിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇന്റേണലിന് നല്ല മാർക്ക് കുറഞ്ഞു, ഇന്റേണൽ എക്സാമിന് നമുക്ക് നല്ല മാർക്ക് കുറഞ്ഞു, പക്ഷേ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീടെസ്റ്റ് പോസിബിൾ ആണ്. പക്ഷെ അതും ഒരു ഇന്റേണൽ എക്സാം കഴിഞ്ഞ് ഉടനെ ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ നടത്തുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളത് ആരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ സീനിയർ ഫാക്കൽറ്റി അഡ്വൈസറായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് അങ്ങനെ ഒരു റീടെസ്റ്റ് വേണമെന്നൊക്കെ പറയേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി സെൽഫ് സ്റ്റഡി ഓപ്ഷൻ ഇന്റേൺഷിപ്പ്. സ്റ്റുഡൻറ്റ് ഇൻ 7th and 8th സെമസ്റ്റർ ഡൂയിങ്. ഇതൊക്കെ നിങ്ങൾക്ക് ആ സമയത്താണ് ആവശ്യമുള്ളത്. എന്നാലും ഞാൻ പറഞ്ഞു പോവുകയാണ്, കാരണം നിങ്ങൾക്ക് ആ സമയത്ത് ആവശ്യം ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. 7th and 8th സെമസ്റ്റർ ഡൂയിങ് ഇന്റേൺഷിപ്പ് ക്യാൻ ചൂസ് സെൽഫ് സ്റ്റഡി ഇൻസ്റ്റെഡ് ഓഫ് അറ്റൻഡിങ് റെഗുലർ ക്ലാസ് ഓർ MOC. അതായത് 7th and 8th ഇതിലും പഠിക്കുന്നവർ സെൽഫ് സ്റ്റഡിയൊക്കെ പറ്റും. ഇന്റേൺഷിപ്പിന് പോകുന്നവർക്ക് കേട്ടോ, സെൽഫ് സ്റ്റഡി ഇന്റേൺഷിപ്പിന് പോകുന്നവർക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചാൽ മതി. എന്താണെന്നില്ല, റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇന്റേൺഷിപ്പിന് പോകുന്നവർക്ക് അറ്റൻഡൻസ് ഡ്യൂറിങ് ദ ഇന്റേൺഷിപ്പ് ഈസ് കൗണ്ടഡ് ആസ് ക്ലാസ് അറ്റൻഡൻസ്. എന്ന് വെച്ചാൽ ഇന്റേൺഷിപ്പിന് പോകുന്നതാണ് വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. അവിടുത്തെ ഇൻഡസ്ട്രീൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ KSEBിൻ്റെ ഏതെങ്കിലും ഇതിൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് വേണമെങ്കിൽ KSEB പോവാം, കെമിക്കൽ എഞ്ചിനീയേഴ്സിന് അങ്ങനെ കേരളത്തിൽ തന്നെ BPCL പോവാം. അങ്ങനെ പലയിടത്തും നമ്മൾ എന്ത് ചെയ്യും? ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് പ്രിൻസിപ്പാൾ എടുത്തുന്നത് കിട്ടിയിട്ട് നമ്മൾ 7th and 8th സെമ്മോ അല്ലെങ്കിൽ 7th സെമ്മോ നമ്മൾ മൊത്തത്തിൽ ഇന്റേൺഷിപ്പിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അവിടുത്തെ റെഗുലർ ക്ലാസ്സുകളൊന്നുമില്ല, നമ്മൾ ക്ലാസ് ഇരിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മളവിടെ അല്ലേ. പിന്നെ ഞങ്ങൾ അങ്ങനെ ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? റെഗുലർ ക്ലാസ്സുകൾ ഇരിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചാൽ മതി എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. അവിടെ അറ്റൻഡ് ചെയ്യുന്ന അറ്റൻഡൻസ് എത്രയാണ്? അവിടെ ഇന്റേൺഷിപ്പിന് എന്ന് പറഞ്ഞാൽ പോയിട്ട് അവിടെ ഇൻഡസ്ട്രിയിൽ പോകാതെ ഇങ്ങനെ കറങ്ങി നടക്കാനൊന്നും പറ്റില്ല. അവിടെ എത്രയാണ് അറ്റൻഡൻസ് അതായിരിക്കും ക്ലാസ് അറ്റൻഡൻസ് എന്നാണ് പറയുന്നത്. ഓൾ അതർ റിക്വയർമെൻറ്റ്സ് ലൈക്ക് അസൈൻമെൻറ്റ് ആൻഡ് ഇൻറ്റേർണൽ ടെസ്റ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ്. പക്ഷെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അസൈൻമെൻറ്റ് നോക്കണം, ഇൻറ്റേർണൽ എക്സാം എഴുതണം. ഓക്കെ, ക്ലാസ്സിൽ വരണമെന്നൊന്നും നിർബന്ധമില്ല. സെമിനാർ മേ ബി പ്രസൻറ്റഡ് ഓൺലൈനായിട്ട് വേണമെങ്കിൽ സെമിനാർ പ്രസൻറ്റ് ചെയ്യാം. ഇഫ് ദ സ്റ്റുഡൻറ്റ് ഈസ് അറ്റ് എൻ എക്സ്റ്റേണൽ ലൊക്കേഷൻ, അതായത് ആ നാട്ടിലൊന്നല്ല. അപ്പോൾ നിങ്ങൾ കേരളത്തിലുള്ള ഒരാൾ ഡൽഹിയിൽ പോയി ഇൻറ്റേൺഷിപ്പിന് പോവുകയാണെങ്കിൽ സെമിനാർ വേണമെങ്കിൽ ഓൺലൈനായിട്ട് എടുക്കാം എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. കംപ്ലയിൻസ് ആൻഡ് കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ റൂൾസ്. CI മാർക്ക് മസ്റ്റ് ബി പബ്ലിഷ് അറ്റ്ലീസ്റ്റ് 7 days ബിഫോർ ESE എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളെ എൻഡ് സെമസ്റ്റർ എക്സാമിൻ്റെ 7 ദിവസം മുന്നേ നിങ്ങൾ ഇൻറ്റേർണൽ മാർക്ക് പബ്ലിഷ് ചെയ്തിരിക്കണം. ഓക്കെ, അതിനെ പറ്റിയുള്ള കംപ്ലയിൻസ് വല്ലതും ഉണ്ടെങ്കിൽ പബ്ലിഷ് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഇൻറ്റേർണൽ മാർക്കിൽ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് കൊടുക്കാം. കംപ്ലയിൻസ് അബൌട്ട് CI മസ്റ്റ് ബി സബ്മിറ്റഡ് 2 days ഓഫ് പബ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടീസ് ബോർഡിൽ ഇടുന്ന പറഞ്ഞു. നോട്ടീസ് ബോർഡിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ പറയണം. ഓക്കെ, ദർ ഈസ് നോ പ്രൊവിഷൻ ടു ഇംപ്രൂവ് CI മാർക്ക് വൺസ് ഫൈനലൈസ്. ഇൻറ്റേർണൽ മാർക്ക് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തില്ല? ഓപ്ഷനില്ല. അതൊക്കെ അതിന് മുന്നേ ചെയ്തിരിക്കണം. ഇൻറ്റേർണൽ എക്സാം നടന്നപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, നിങ്ങൾ റീടെസ്റ്റിന് വേണമെങ്കിൽ ചോദിക്കാം, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്.
ഇത് പബ്ലിഷ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലൊരു മാറ്റം വരില്ല. ഇഫ് ദ യൂണിവേഴ്സിറ്റി ഫൈൻഡ് മേജർ ലാപ്സസ് ഇൻ CA ഫോർ ആൻ എൻറ്റയർ ക്ലാസ് ടു മേ ഓർഡർ റീ അസസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ ക്ലാസ്സിൽ മൊത്തത്തിൽ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങളോട് സാർമാർക്ക് എന്തോ ചുരുക്കം എന്തെങ്കിലും വന്ന് എല്ലാവരും ഇൻറ്റേർണലാണ് കുറച്ചെന്ന് വെച്ചോ. സപ്പോസ് ഇൻറ്റേർണൽ എല്ലാവർക്കും കുറച്ചു, ടീച്ചർക്ക് എന്തോ നിങ്ങളോട് പകയായിട്ട് എന്തെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ കംപ്ലൈൻറ്റ് ചെയ്യാം, ഞങ്ങൾക്ക് ഇൻറ്റേർണലൊക്കെ കുറഞ്ഞു പോയിരുന്നു. അപ്പോൾ ഇതാര് നോക്കും? യൂണിവേഴ്സിറ്റി നോക്കും. അതായത് എല്ലാവർക്കും കുറഞ്ഞ് റീസണബിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും? റീ അസസ്മെൻറ്റ് അവരെ രീതിയിൽ ചെയ്യും എന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെന്തായാലും ആരും നിൽക്കില്ല, ടീച്ചേഴ്സ് നോർമലി നിൽക്കില്ല, ക്ലാസ് ഒന്നായിട്ടാണ് കുറക്കാനൊന്നും നോക്കില്ല. ആർക്കെങ്കിലൊക്കെ കുറഞ്ഞ യൂണിവേഴ്സിറ്റി ഇടപെടൊന്നുമില്ല. മൊത്തത്തിൽ ക്ലാസ് ഒത്തായിട്ടൊക്കെ കുറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഇടപെടും. ഓക്കെ, അവിടെ എന്ത് കറക്റ്റായിട്ട് നടന്നിട്ടില്ല എന്നുള്ള ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പരാതി ചെയ്യാൻ പറ്റും. ESC എലിജിബിലിറ്റി ആൻഡ് അറ്റൻഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ എഴുതാനുള്ള എലിജിബിലിറ്റിയും ആൻഡ് അറ്റൻഡൻസും. മിനിമം 75% അറ്റൻഡൻസ് ഈസ് റിക്വയർഡ് ടു റൈറ്റ് ESC. അതായത് 75% മാർക്ക് വേണം എന്തിന്? എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ എഴുതാൻ. ആൻഡ് 2% എന്തുണ്ട്? മിനിസ്ട്രിയൽ ലീവ് ഉണ്ട്, അതായത് 73%. ആൻഡ് സ്റ്റുഡൻറ്റ് വിത്ത് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് 5% റിലാക്സേഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്റ്റുഡൻറ്റ് മസ്റ്റ് നോട്ട് ഹാവ് എനി പെൻഡിങ് ഡിസിപ്ലിനറി ആക്ഷൻ. എന്തെങ്കിലും എണ്ണംതരിവ് കാണിച്ചിട്ട് ഡിസിപ്ലിനറി ആക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൻ പറ്റുള്ളൂ? യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അടിപിടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കുക. ഡിസിപ്ലിനറി ആക്ഷൻ മസ്റ്റ് ബി അപ്ഡേറ്റഡ് ഓൺ ദ യൂണിവേഴ്സിറ്റി പോർട്ടൽ പ്രോംപ്റ്റ്ലി. അതൊക്കെ കോളേജുകാർ ചെയ്യും. എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസിപ്ലിനറി ആക്ഷൻ പലതും ഉണ്ട്. ഡീബാറിംഗ് ഉണ്ട്. ഇപ്പോൾ എക്സാമിന് കോപ്പി അടിച്ചാൽ പോലും അതിനൊക്കെയുള്ള എന്തുണ്ട്? സംവിധാനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറയാം. നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ 7ാമത്തെ പോയിന്റിൽ എത്തിയിട്ടുള്ളൂ. ഇങ്ങനത്തെ എങ്ങനെയാണ് അസസ്മെൻറ്റ് ചെയ്യുന്നത്, നമ്മൾ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ എഴുതാനുള്ള എലിജിബിലിറ്റി വരെ എത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് എന്തൊക്കെ ഉണ്ട്? എങ്ങനെ ഇയർ ബാക്ക് ആവും, നമ്മൾ എങ്ങനെ ഇയർ ബാക്ക് ആവും എന്നല്ല, എങ്ങനെ ഇയർ ബാക്ക് ആവാതെ ഇരിക്കാം. പിന്നെ കൂടാതെ വേറെയും കുറേ കാര്യങ്ങൾ, എങ്ങനെ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാം, ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യം നിങ്ങളെല്ലാവർക്കും എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മളെ ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമായതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും, അപ്പോൾ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു, ഇനി നിങ്ങൾ എന്ത് ചെയ്യാം? പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. പഠിച്ചു തുടങ്ങുക. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം? ഓരോ കാര്യം എപ്പോഴും നിങ്ങൾ എൻജിനീയേഴ്സാണ്, എപ്പോഴും എല്ലാത്തിനും ഒരു കൗതുകം വേണം. സമയം പോലെ തന്നെ ഒരു കൗതുകം. ഒരു സാധനം ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇതെന്തെങ്ങനെ അല്ലേ? ഓരോ സമയത്ത് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്, എന്ത് സാധനം കണ്ടുകഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ സാധനം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് അതിനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. എന്തിനും ക്യൂരിയോസിറ്റി വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കണം. ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ കാര്യങ്ങൾ. ഫസ്റ്റ് ഇയർ ആയതുകൊണ്ടൊക്കെ ഞാൻ പറയുന്നത് വളരെ സിമ്പിൾ കാര്യമായിരിക്കും. പക്ഷേ അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നെറ്റിൽ അടിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നല്ല വീഡിയോസ് കിട്ടും. അപ്പോൾ അതൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യും? പക്ഷേ നമുക്ക് പഠിക്കാനുള്ള കാര്യം ഒന്നും ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ ഇൻഫർമേഷൻ എങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളുടെ ഇതായിട്ടുള്ള ഒരു പ്രൊജക്റ്റോ സാധനങ്ങളോ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? അവിടുന്ന് ഇവിടുന്നൊക്കെ നമ്മുടെ തലയിൽ നിന്ന് തന്നെ എന്ത് വരും? ഇൻഫർമേഷൻ വന്നു വരും. ഇതിങ്ങനെ ചെയ്യാം, ഇതിങ്ങനെ ചെയ്യാനുള്ള, അതായത് നമുക്ക് തന്നെ നമ്മളറിയാതെ നമുക്ക് തന്നെ ഒരു സ്കില്ല് വരും. എപ്പോഴും ക്യൂരിയോസിറ്റി വേണം. എന്തുകൊണ്ടത് ഇങ്ങനെ സംഭവിക്കുന്നത്? എല്ലാ കാര്യത്തിലും ക്യൂരിയോസിറ്റി വേണം. എന്നേരത്ത് മൊത്തം ഡീപ്പ് റിസർച്ച് ചെയ്യണമെന്ന് പറയുന്നില്ല. ഡീപ്പ് റിസർച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനത്തിൽ ചെയ്താൽ മതി. പക്ഷെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കാം. കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ മാറി നിൽക്കരുത്. ഇപ്പോൾ അവിടെ ക്ലബ്ബുകൾ ഉണ്ടാവും, IEDs ഉണ്ടാവും, IEEE ഉണ്ടാവും. ഓക്കെ, അവിടെയൊക്കെ ചെയ്യാം. എപ്പോഴും ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇതിങ്ങനെ വെറും പഠിത്തം എന്ന് മാത്രമൊന്നുമല്ല.
പാട്ടാൻ അറിയുന്നവർ പാടുക, പാടാൻ അറിയാത്തവർ കേൾക്കാൻ പോവുക എന്ന് വേണ്ട. സ്പോർട്സ് ഇപ്പോൾ വൈകുന്നേരം അവിടെ കുറേ ആൾക്കാർ കളിക്കാൻ അറിയില്ലെങ്കിലും കാണാനിരിക്കാമല്ലോ. എന്നും പോയി കാണാനിരിക്കണം എന്നല്ല പറയുന്നത്. അവിടെ അങ്ങനെ ചെയ്യാനുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ ഉണ്ടാകും. അങ്ങനെ കോളേജ് മൊത്തം എന്ത് ചെയ്യുക, 4 കൊല്ലം അവിടെ കറക്റ്റ് എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഓക്കെ, എൻജോയ് ചെയ്യുന്ന പറഞ്ഞാൽ പഠിത്തം നടക്കും വേണം, എന്നാൽ ബാക്കിയുള്ള സമയത്ത് വെറുതെ പോയിട്ട് ഹോസ്റ്റലിൽ പോവുക, വെറുതെ റീലും കണ്ടിരിക്കുക, ഇതൊന്നും കാര്യമൊന്നുമില്ല. ഓക്കെ, കുറച്ചും കൂടി ഫിസിക്കൽ വേൾഡിലോട്ട് ഇറങ്ങുക. ഓക്കെ, എന്നാൽ റീല് കണ്ടിടത്ത് റീല് കാണും ചെയ്യാം. മീൻസ് അതും കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ പിന്നെ റീലൊക്കെ കാണുന്നതിന് എന്താ പ്രശ്നം? ഒരു പ്രശ്നമല്ല. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, വെറുതെ സമയം കളയാനുള്ള എല്ലാന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്കി ക്ലാസ്സുമായിട്ട്, ക്ലാസ് അല്ല ബാക്കിയുള്ള റെഗുലേഷൻസുകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ് കാണാം. ഓക്കെ, അപ്പോൾ ബൈ.